यीशु मसीह के नाम में सभी प्रियजनों को प्रेम का वंदना। ഒരു പുനരുത്ഥാന ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകി. प्रभु ने हमको और एक पुनरुत्थान का दिन दान स्वरूप दिया है. നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്നത് നമ്മൾ കർത്താവിന്റെ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് കർത്താവിനെ കൂടുതൽ അറിയുവാനും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനും നമ്മൾ ആ കൂട്ടായ്മയിൽ വസിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയരായി തീരുവാനും വേണ്ടിയാണ്. एक एक दिन प्रभु हमको संगति देते समय में वो यही इच्छा, उनका उद्देश्य यही है कि उस संगति में हम आए, इकट्ठा हुए, प्रेम में बढ़ते रहे, प्रभु के बारे में और अधिक जानकर वो आनंद और खुशी में बढ़ते रहे. എനിക്കറിയാം ഇന്നത്തെ നമ്മുടെ കാലഘട്ടം വളരെ പ്രതികൂലങ്ങളുള്ളതാണ്. നമുക്ക് കൂട്ടായ്മയ്ക്ക് പോലും വളരെ തടസ്സങ്ങളുണ്ട്. हाँ, लेकिन आज का हम समय जो इस समय में हम जो जी रहे हैं, यहाँ पर का परिस्थिति बहुत तकलीफ में है, जिसके वजह से हमको एक साथ इकट्ठा होने के लिए हमको बहुत मुश्किल हो रहा है. നമുക്ക് പലരെയും പരസ്പരം കാണുവാനും പോയി പ്രോത്സാഹിപ്പിക്കാനും ആഗ്രഹമുണ്ടെങ്കിലും അത് പല നിലയിലും കഴിയുന്നില്ല. हाँ, मुझे तो बहुत आग्रह रहता है भाइयों के पास जाना, उनको जाके विजिटिंग करना, जाकर मिलकर आना, लेकिन परिस्थिति की और हालात की वजह से नहीं हो पाता. അപ്പോൾ ഇതെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ചില നിവർത്തികൾ തന്നെയാണ്. हाँ, तो लेकिन ये भी एक तरफ से देखा जाए तो प्रभु का वचन का पूर्तिकरण है. കാരണം യോഹന്നാൻ 9:4 കർത്താവ് പറഞ്ഞു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. हाँ, क्योंकि प्रभु कहता है, യോഹന്നാൻ 9:4 में कहता है कि एक ऐसा रात आने वाला है जहाँ पर कोई कार्य नहीं कर सकता. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത് ഒരു വ്യക്തിയുടെ കാര്യമല്ല, ഒരു ചെറിയ ഗ്രാമത്തിന്റെയോ ഒരു പട്ടണത്തിന്റെയോ ഒരു ദേശത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ കാര്യമല്ല, ഇന്ന് ലോകത്ത് എല്ലായിടത്തുമുള്ള ഒരു കാര്യമാണ്. तो ये एक छोटा सा जगह पर या छोटा सा गांव में या छोटा सा कोई शहर में होने वाली बात नहीं, बल्कि पूरा दुनिया इसमें हिला हुआ अवस्था में, पूरा दुनिया में ये परिस्थिति ऐसा ही है. ദൈവവചനത്തിന്റെ ഓരോ കാര്യങ്ങളും എത്ര കൃത്യമായി കൃത്യസമയത്ത് നിറവേറുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. लेकिन प्रभु का सभी बातें सही सही समय पर स्पष्ट रीति से पूरा हो रहा है, ये बातों का हमें समझना है. കാരണം ഇന്ന് നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളെല്ലാം നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല. उसके लिए हम लोग सोच भी नहीं सकते, हमारा प्रभु का आगमन बहुत ही निकट आ चुका है. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 11 വാക്യം ഞാൻ ആരംഭത്തിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കാം. मैं बस आपको एक वचन को पढ़ा के याद दिलाना चाहता हूँ. लूका का सुसमाचार 21वां अध्याय वाक्य 11 में, लूक 21:11. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും, ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇവിടെ കർത്താവ് തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചില അടയാളങ്ങളെല്ലാം ഇങ്ങനെ ലോകത്തുണ്ടാകും എന്നാ പറയുന്നത്. पढ़ेंगे लूका 21:11. हाँ, तो ये सब बातें प्रभु का आगमन के विषय में है. उस आगमन के विषय में प्रभु कहते हैं कि इस तरह बड़े बड़े चिन्ह होने वाले हैं करके. മാത്രമല്ല ഞാൻ അതിനോട് ചേർന്ന് ഒരു വാക്യം വായിപ്പിച്ചോട്ടെ. മത്തായി 24:7-8 വാക്യങ്ങൾ. उसी के साथ साथ मत्ती का पुस्तक 24 का 7 और 8 भी पढ़ाना चाहता हूँ. मैथ्यू 24:7-8. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ് പറഞ്ഞിരിക്കുന്നത്. पढ़ेंगे 24 का 7 और 8. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. तो ये इधर इसके विषय में लिखा है कि ये सब पीड़ाओं का शुरुआत है. ഞാൻ ഒരു വാക്യം വായിച്ചോട്ടെ. इसके साथ और एक वाक्य पढ़ना चाहता हूँ. ജക്കരിയ 8:10. जकरिया 8 का 10. ഈ കാലത്തിന് മുൻപേ മനുഷ്യന് കൂലിയില്ല, മൃഗത്തിന് കൂലിയില്ല, പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്തം സമാധാനവുമില്ല, ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാക്കിയിരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ പ്രിയമുള്ളവരെ, എത്രമാത്രം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. पढ़ेंगे जकरिया 8 का 10 पढ़ेंगे. അല്ല, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാനിവിടെ ഒരുപാട് വാക്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ 3 വാക്യങ്ങൾ വായിപ്പിച്ചെന്ന് പറഞ്ഞാല് കർത്താവിന്റെ വരവ്
ഇത്രയും ആസന്നമാണെന്നുള്ളതിന് എത്ര ശക്തമായ തെളിവുകളാണ്. आप पढ़ने के लिए तो बहुत से वचन है, लेकिन मैं सिर्फ ये 1-2 वचन पढ़ा, 3 वचन पढ़ा कर मैं बताना चाहता हूँ कि हमारा प्रभु का आगमन कितना निकट आ चुका है करके ये वाक्य और परिस्थिति, संसार का अवस्था सब गवाही देता है. കാരണം എന്റെ ചെറുപ്പത്തില് യുദ്ധങ്ങളെ കുറിച്ചൊന്നും അധികം കേൾക്കാറില്ലായിരുന്നു. क्योंकि मेरा बचपन में मैं देखते समय में युद्ध का विषय में हमको ज्यादा सुनने को नहीं मिलता था. ഭൂകമ്പങ്ങളെ കുറിച്ച് വല്ലപ്പോഴും ഒന്ന് ആണ്ടിലൊരിക്കൽ കേട്ടെങ്കിലായി. भूकंप के विषय में अगर सुनना है बोला तो साल में 2 साल में एक बार या 3 साल में एक बार शायद सुनने को मिलता था. മൊത്തത്തിൽ നമ്മളോട് ചിന്തിക്കണം, മൊത്തത്തിൽ എത്രമാത്രം വലിയ പ്രതിഭാസങ്ങളാണ് ഇന്നത്തെ അവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. लेकिन आज दुनिया देखो कितना बड़ा परिस्थिति प्रतिकूल में गुजर रहा है करके हम दुनिया का खबर पड़ेगा तो हमको मालूम पड़ता है. ഇന്ന് ആകാശത്തിന്റെ അടയാളങ്ങൾ കാണുന്നവർ ഭയപ്പെടുന്നു. आज लोग आकाश में चिन्हों को देखकर डरते हैं. സമുദ്രത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഭയപ്പെടുന്നു. समुद्र का अवस्था को देखकर डर जाते हैं. ഭൂമിയുടെ അവസ്ഥയിൽ അവര് ഭയപ്പെടുന്നു. भूमि का अवस्था को देख के डर गए हैं. ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ കണ്ടുകൊണ്ട് ഭയപ്പെടുന്നു. आज का राष्ट्रीय अवस्था को देखकर डर रहे हैं. ഇന്നത്തെ ജാതികൾ പരസ്പരം ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊലയും നടക്കുന്നു. आज राष्ट्रीय लोग अपने आपस में एक दूसरे को मार रहे, काट रहे, हत्या कर रहे हैं. എവിടെ നോക്കിയാലും ഒരു ഭയങ്കരമായ അസമാധാനത്തിന്റെ അവസ്ഥ. लेकिन किधर भी देखो सब जगह पर अशांति का अवस्था है. മാത്രമാണോ പ്രിയമുള്ളവരെ? केवल उतना ही नहीं प्रियो. നമുക്കറിയാം ഈ കൊറോണ വന്നതിന് ശേഷം ഞാൻ ഒരിക്കൽ പേപ്പറിൽ വായിച്ചു 34 കോടി ജനങ്ങളുടെ ജോലി പോയി. हाँ, मैं कोरोना जब आने के बाद मैंने एक बार पेपर में ऐसा पढ़ा, लगभग 34 करोड़ यानी 34 करोड़ लोगों का नौकरी चला गया कोरोना की वजह से. നിങ്ങൾ നോക്കണം, ഇന്ത്യയിൽ തന്നെ ഏകദേശം 2 കോടി ജനങ്ങളുടെ ജോലി പോയതാണ്. इंडिया में ही लगभग 2 करोड़ के आसपास के लोगों का नौकरी गया. ചിലപ്പോൾ അതിൽ അധികമായിരിക്കാം, शायद उससे ज्यादा भी हो सकता है. നമ്മൾ ചിന്തിക്കണം. लेकिन हमें सोचना है एक बात. അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പം എല്ലാ നിലയിലും എത്ര ഭയങ്കരമാണ്. മനുഷ്യൻ ഇന്ന് ജോലി ചെയ്താൽ ഇന്ന് കൂലിയില്ല. आज देखो मनुष्य का अवस्था देखो. अभी हमने जकरिया में भी पढ़ा, मनुष्य काम कर रहे हैं, मजदूर काम तो कर रहे हैं, लेकिन उसका मजदूरी उनको नहीं मिल रहा है. പലർക്കും പല ഓഫീസുകളിലും 5-6 മാസമായിട്ട് ഇപ്പൊ ശമ്പളം കിട്ടുന്നില്ല. बहुत हमारे लोग हैं जो काम कर रहे हैं, 6 महीना हो गया, 5 महीना हो गया, लेकिन अभी तक उनको पगार नहीं मिल रहा. നോക്കുക, യാത്ര ചെയ്യാൻ ഭയപ്പെടുന്നു. आज लोग यात्रा करने को डर लग रहा है. നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് വാഹനങ്ങളിൽ അല്ലെങ്കിൽ ട്രെയിനൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആൾക്കാരില്ല. കാരണം സമ്പർക്കത്തിലൂടെ ചിലപ്പോൾ കൊറോണ ഉണ്ടാകും. आज देखो लोगों को यात्रा करने के लिए डर लगता है, क्योंकि अगर ट्रेन में यात्रा किया, एक दूसरे को संपर्क में आ गया तो कोरोना बीमारी बढ़ सकता है. ഇത് മാത്രമാണോ പ്രിയമുള്ളവരെ? केवल इतना ही नहीं प्रियो. ഇന്ന് എത്ര നല്ല സ്നേഹത്തിലായിരുന്നു പോലും പരസ്പരം കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പരസ്പരം സമ്പർക്കത്തിന് വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമില്ല. आज लोग देखो एक समय में जो प्रेम में रहते थे, शांति और खुशहाल रहते समय में आज एक दूसरे का संपर्क करने, बात करने, एक दूसरे को देखकर बात करने के लिए भी उनको खुशी नहीं है, उनको इच्छा नहीं है. അയൽവാസികൾ പോലും പരസ്പരം കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. पड़ोसी लोग में भी आसपास के लोग, पड़ोसी लोग एक दूसरे को मिलना नहीं चाहते. നോക്കണമേ, എല്ലാം തിരുവചനത്തിന്റെ എത്ര കൃത്യമായ നിവർത്തി ഈ തലമുറയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല ഇങ്ങനെയൊക്കെ ലോകം എത്തുമെന്ന്. जरा सोचो ना, प्रभु का वचन में जो स्पष्टता में जितना लिखा हुआ बातें उस स्पष्ट रीति से आज ये पीढ़ी में ये समय में पूरा हो रहा है. हम कभी सोच भी नहीं सकते थे, उससे भी निकट सब बातें पूरा क्लियरली हो रहा है. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതെല്ലാം കാണുമ്പോൾ ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. നമ്മുടെ തലയുയർത്തി നോക്കണം. നമുക്ക് നമ്മുടെ കർത്താവ്, നമ്മുടെ നാഥൻ, നമ്മുടെ വരവിൽ നമുക്ക് നമ്മെ ചേർക്കുവാൻ വരാൻ എത്രമാത്രം അടുത്തിരിക്കുന്നു. ये सब बातें तुम देखोगे तो समझ जाना, सब पीड़ाओं का आरंभ हो चुका है. इसके लिए तुम लोग सर उठाकर देखो स्वर्ग की ओर कि हमारा प्रभु का आगमन कितना निकट है बोलकर अपने आप को उतना नम्र करना है. നമുക്ക് ഓരോ നിമിഷങ്ങളും വിലയേറിയതായ എണ്ണ. इसके लिए प्रिय एक दिन हम लोग उसको मूल्य समझे. നമുക്ക് നമ്മുടെ കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനും ആ കർത്താവിന്റെ കൂട്ടായ്മയിലായിരിക്കുവാനും നമുക്ക് അധികം ഉത്സാഹിക്കാം. इसलिए आओ हम लोग प्रभु की उपस्थिति में बने रहने के लिए और इस रीति से जो संगति प्रभु ने हमको दिया है और उत्साह के साथ उस संगति में बने रहने के लिए अपने आप को समर्पण करें. ദൈവം നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ മധ്യേ ഒരുക്കി തന്നിട്ടും ഇന്നും എത്രയോ പേർക്ക് ദൈവവചനത്തോടുള്ള യഥാർത്ഥ ദാഹവും വിശപ്പും കാണുന്നില്ല. आज प्रभु ने हमारे लिए इतना अच्छा परिस्थिति बना के दिया है. प्रभु का दया है हमारे ऊपर कि अच्छा परिस्थिति मिला है, लेकिन फिर भी हम में से कितने लोग उत्सुकता से प्रभु का वचन को सबको उपस्थिति में समर्पण करने, वचन को ध्यान से सुनने के लिए तैयार रहते हैं. നമുക്കിന്ന് യഥാർത്ഥത്തിൽ ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉണ്ടോ? क्या वास्तव में हमें प्रभु का वचन के लिए सच्चा भूख और प्यास है क्या? നമുക്ക് കർത്താവിന്റെ കൂട്ടായ്മയോടുള്ള താല്പര്യം ആഗ്രഹം ഉണ്ടോ? प्रभु का ये संगति के लिए हमको दिलचस्पी आग्रह है क्या, मुझे संगति में जाना है करके? ഇന്ന് നമുക്ക് ഈ കർത്താവിനെ ഒന്ന് അറിയാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടോ? आज भी हमें ये प्रभु को जानने के लिए इच्छा है क्या?
നമ്മളെ കുറിച്ച് കർത്താവിന് വലിയ വലിയ പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ. क्योंकि हमारे विषय में परमेश्वर ने बहुत बड़ा बड़ा बातें सोच के रखा है. അപ്പോൾ ദൈവത്തിന് ഇന്ന് നമ്മളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. प्रभु हमसे एक सवाल पूछता है. എന്താണെന്നറിയാമോ? वो क्या है? നമ്മള് മത്തായി 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, मत्ती 16 का 15 जब हम पढ़ते समय में 16-15 मत्ती 16 का 15 നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? तुम लोग मेरे विषय में क्या कहते हो? ചോദ്യം ഇതാണ്. सवाल ये है. ഞാൻ ആരാണെന്ന് നീ പറയുന്നു? 15 पढ़ेंगे वाक्य. उसने उनसे कहा, परंतु तुम मुझे क्या कहते हो? हाँ, तुम मैं कौन हूँ करके तुम लोग मुझे क्या कहते हो? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. मैं तुम लोग से एक सवाल पूछता हूँ. നിങ്ങളോട് ഒരു വ്യക്തിയോടെന്ന നിലയിൽ കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ ആരെന്ന് പറയുന്നു? हाँ, तुम यानी कि एक एक व्यक्तियों को प्रभु एक सवाल पूछता है कि मैं कौन हूँ करके तुम लोग क्या कहते हो? നിന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് ആരായിരിക്കുന്നു? यानी कि तुम्हारे जीवन में मैं तुम्हारे लिए क्या हूँ? Praise the Lord. मैं നമുക്ക് വ്യക്തിപരമായിട്ട് ഉത്തരം പറയാൻ കഴിയണം. हमें ये सबको व्यक्तिगत रीति से इसका जवाब देने होना चाहिए. കർത്താവ് യേശുവേ, അവിടുന്ന് എന്റെ ജീവിതത്തിൽ ആരാണെന്ന് പറയുവാനായിട്ടുള്ള ആ ഒരു നല്ല ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. इसके लिए प्रभु यीशु मसीह आप मेरे जीवन में क्या हो, कौन बनकर आया है, किस अवस्थे में आप मेरे जीवन में हो, इसका उत्तर हम सबको व्यक्तिगत रीति से सबको जवाब देना होना चाहिए. ഇന്നും അനേക വിശുദ്ധന്മാർക്ക് ഞാൻ ആരെ വിശ്വസിക്കുന്നു, ഞാൻ ആരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. आज भी बहुत से पवित्र लोगों को मैं किसका सेवा कर रहा हूँ, मैं किस पर विश्वास कर रहा हूँ करके उनको नहीं मालूम. നമുക്ക് വ്യക്തിപരമായി ഇന്ന് കർത്താവ് ചോദിച്ചാൽ, अगर आज व्यक्तिगत रूप से ये सवाल प्रभु अगर हमको पूछे तो നിന്റെ ജീവിതത്തിൽ ഞാൻ ആരാണെന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു എന്നിരിക്കട്ടെ. तुम्हारे जीवन में मैं तुम्हारे लिए कौन हूँ, मैं तुम्हारे लिए क्या हूँ करके अगर प्रभु ने अगर ये सवाल पूछा तो നിങ്ങൾ എന്ത് ഉത്തരം പറയും? आप लोग क्या जवाब देंगे? ചിലർക്ക് ദൈവം ഒരു ഡോക്ടറെ പോലെ വെറും സൗഖ്യദായകനാണ്. कुछ लोगों के लिए यीशु प्रभु एक डॉक्टर के समान, वैद्य के समान बस चंगा ही देगा, बस उतने में खुश है वो लोग. അപ്പോൾ ഡോക്ടറെ പോയി കാണാറില്ലല്ലോ. हम लोग डॉक्टर को रोज मिलते नहीं है ना. എപ്പോഴെങ്കിലും അസുഖം വരുമ്പോഴേ കാണുള്ളൂ. जब बीमारी आएगा तभी मिलते हैं ना. അങ്ങനെയാണോ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം? ऐसा है कि हमारा और प्रभु का रिश्ता. ചിലർക്ക് കർത്താവ് ഒരു അഡ്വക്കേറ്റിനെ പോലെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകും മാത്രം അവർക്ക് കർത്താവ് മതി. कुछ लोग क्या है, यीशु को सिर्फ वकील के रूप में वो लोग देखते हैं. मतलब क्या, जब तकलीफ आएगा, कुछ केस लड़ना रहेगा, तभी मदद के लिए प्रभु के पास जाएंगे. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കർത്താവിന് വേണ്ട. तकलीफ नहीं, क्लेश नहीं तो प्रभु की जरूरत नहीं. അങ്ങനെയാണോ കർത്താവ് നിങ്ങൾക്ക്? ऐसा है कि प्रभु आप लोगों के लिए. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ബന്ധം എങ്ങനെയുണ്ട് പ്രിയമുള്ളവരെ? हमें व्यक्तिगत रीति से हमारा प्रभु के साथ रिश्ता कैसा है, ये हमें देखना है. അവിടുന്ന് നമ്മുടെ വാസ്തവമായി കർത്താവായിരിക്കുന്നു. वो वास्तव में हमारा प्रभु है क्या? നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം നമ്മൾ കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? क्या हमारे जीवन का प्रभुत्व को हमने प्रभु को दिया है क्या? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. वो हमें परखना है. നമ്മള് ഓരോ വിശുദ്ധന്മാരും തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് കർത്തൃത്വം കൊടുത്തിട്ടില്ല എങ്കിൽ ആ അറിവ് ഒരു ശരിയായ അറിവല്ല. तो अगर हर एक विश्वासी लोगों ने यीशु मसीह को उनका प्रभुत्व दिया नहीं, ये यीशु उनका प्रभु हुआ नहीं है, तो अभी तक वो लोग ने यीशु को सही रीति से जाना नहीं है. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുന്ന കാര്യമല്ല. ये हफ्ते में एक बार कभी कभार दे दिया, वो करने वाला बात नहीं है. അതും ആഴ്ചയിൽ ഒരു ദിവസം 1-2 മണിക്കൂർ നേരത്തേക്ക് കർത്താവെ വിളിച്ച് കർത്താവിന് കീഴടങ്ങുന്ന ഒരു കാര്യമല്ല. या फिर हफ्ते में एक बार, दिन में एक बार, 2 घंटे के लिए हफ्ते में एक बार इकट्ठा हो गए, वो 2 घंटे का समय आया, प्रभु प्रभु बोलकर गया, वो नहीं है. പ്രിയമുള്ളവരെ, ദൈവമക്കളെ, വളരെ ആത്മാർത്ഥതയോടെ ശ്രദ്ധിച്ച് കേൾക്കണമേ. കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ കർത്താവ് എനിക്ക് എപ്പോഴും എന്റെ കർത്താവാണെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. आमेन. इसके लिए प्रियो, अगर आपके जीवन में यीशु मसीह अगर आप में प्रभुत्व राज कर रहा है तो आपको धैर्य से बोलने होना चाहिए, ये यीशु मसीह मेरा प्रभु है करके. നമ്മള് പൗലോസ് പറയുമ്പോൾ 2 തിമോത്തി 1:12 താൻ പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവമക്കളെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയണം. इसलिए 2 तिमोथी 1:12 में पौलुस कहता है कि मैं जानता हूं मैं किस पर मैंने विश्वास किया है करके. पौलुस को अच्छी तरह से ये निश्चय था, उसने वो जानता था वो किस पर विश्वास किया है करके. ഞാൻ എല്ലാ വാക്യങ്ങളും നിങ്ങളെ കൊണ്ട് ഇപ്പൊ വായിപ്പിക്കുന്നില്ല. सब वाक्यों को मैं पढ़ाना नहीं चाहता, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ റെഫറൻസ് എഴുതിയെടുക്കുക. लेकिन मैं जो वाक्य बोलता हूँ आप लोग रेफरेंस के लिए चाहिए तो लिख दो. എന്നാല് നിങ്ങൾക്ക് റെഫറൻസ് എഴുതാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ. रेफरेंस लिखने हो रहा है ना?
ഞാൻ ഒരുപാട് സ്പീഡിലാണ് പോകുന്നെങ്കിൽ സോറി, ഞാൻ കുറച്ചുകൂടെ സ്ലോയിൽ പോകാം. मैं अगर ज्यादा तेजी से जा रहा तो क्षमा करना, मैं थोड़ा स्लो जाऊंगा. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, तो हमें एक बात हमें जो समझना है, ഇന്നും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഈ കർത്താവിനെ നിങ്ങൾ അറിയുന്നുണ്ടോ? क्या अभी तक आपने जिस प्रभु पर विश्वास किया है वो प्रभु को आप जानते हो क्या? അനേകരുടെ ജീവിതത്തിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവരുടെ ജീവിതത്തിലുള്ള കർത്താവിനെ അറിയുന്നില്ല എന്നുള്ളത് വ്യക്തമാകുന്നത്. तो अनेक विश्वासियों के जीवन में जब उनके जीवन में ऐसा प्रतिकूल आता है जो उनको सामना करना पड़ता है, समय में वो प्रतिकूल को सामना करते समय में उनको मालूम पड़ता है यीशु मसीह अभी तक उनके जीवन में प्रभु था ही नहीं. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, एक बात मैं पूछना चाहता हूँ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നാളിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ചിട്ടുണ്ടോ? क्या आपने जिस दिन यीशु मसीह को प्रभु है बोलकर स्वीकारा, अपनाया, उद्धार पाया, उस दिन आपने इस प्रभु यीशु मसीह के सामने पूर्ण रीति से समर्पण करके ये यीशु का प्रभुत्व को पूर्ण रीति से आप लोगों ने स्वीकारा है क्या? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? मैं जो कह रहा हूँ आप लोग समझ में आ रहे हैं क्या? നിങ്ങൾ പൂർണ്ണമായും കർത്താവിന് നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുവോ എന്നായിരിക്കും. हाँ, मेरा सवाल यह है कि आपने जब यीशु मसीह को ग्रहण करते समय में, प्रभु बोलकर स्वीकारते समय में, क्या संपूर्ण रीति से आप समर्पण करते हुए संपूर्ण रीति से यीशु मसीह का प्रभुत्व के उपस्थिति में आपने स्वीकारा है क्या? അങ്ങനെ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതൊക്കെയും അത് കർത്താവിന്റെ ഹിതത്തിലാണ്. अगर संपूर्ण रीति से आपने उनका प्रभुत्व के सामने आधीन हुए हैं तो उसका मतलब वो आपके जीवन में जो भी आता है रहेगा वो परमेश्वर की इच्छा के अनुसार रहेगा. Praise the Lord. Amen. സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ പൂർണ്ണമായും ദൈവം തന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. जो विश्वासी पूरा रीति से समर्पण हुआ है, परमेश्वर वो व्यक्ति को अपना महिमा के लिए इस्तेमाल करेगा. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, നമ്മൾ കർത്താവിലാണെങ്കിൽ നമ്മൾ ഹോശേയ 6:3 വായിക്കുന്ന പ്രകാരം यहोवे അറിയുവാൻ ഉത്സാഹിക്കുക. होशेया 6:3 में हम पढ़ते हैं कि अगर पूर्ण रीति से अगर हम प्रभु में है तो होशेया 3 का उसमें पढ़ते हैं 6:3 में, होशेया 6:3 में पढ़ते हैं कि यहोवा को जानने के लिए उत्साह में हो जाओ. നമ്മൾ കർത്താവിനെ അറിയുവാൻ ഉത്സാഹിക്കണം. यानी कि प्रभु को जानने के लिए उत्साह पूर्व रहना चाहिए. നമുക്ക് കർത്താവിനെ എത്ര അറിഞ്ഞാലും പോരെ എന്നുള്ള ഒരു അനുഭവത്തിൽ നമ്മൾ കർത്താവിനെ വീണ്ടും വീണ്ടും അറിയുവാനുള്ള ഒരു വലിയ വിശപ്പ്, വലിയൊരു ദാഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. मतलब क्या, अभी तक मैंने प्रभु को जितना जाना है वो कम है, मुझे और प्रभु को जानना है, मैं प्रभु को और जानना चाहता हूँ, उस विषय में मुझे भूख और प्यास बार बार बढ़ते रहना है, क्योंकि अभी तक प्रभु को जितना जाना है वो कम है, मुझे और ये प्रभु को चाहिए. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ അറിവാണ് നമുക്ക് ഇതിന് വലിയൊരു പ്രോത്സാഹനം നൽകുന്നത്. നമ്മൾ ഈ കർത്താവിനെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കർത്താവിനെ അറിയണം എന്നുള്ള ആ ജിജ്ഞാസ നമ്മളിൽ പെരുകിക്കൊണ്ടിരിക്കും. इसके लिए हम प्रभु को किस रीति जानने का सही रीति के हिसाब से होता है सब कार्य. जब मैं प्रभु को सही रीति से जब मैं पहचान पाता हूँ, जान पाता हूँ, तो क्या होगा, ये महान प्रभु को और अधिक जानने के लिए मेरे अंदर एक तड़प बढ़ते रहेगा. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 2:2 പറഞ്ഞു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. इसलिए पहला कोरिन्थी 2 अध्याय उसका 2 वाक्य में, पहला कोरिन्थी 2:2 में वो कहता है कि क्रूस में चढ़ाया यीशु मसीह के अलावा और कुछ भी मैं जानना नहीं चाहता, सिर्फ यही बात जानकर मैं तुम्हारे बीच में बैठना चाहता हूँ. നമ്മൾക്ക് ഈ കർത്താവിനെ അറിയുവാനായിട്ടുള്ള ആ വലിയ വാഞ്ച, അതിനു വേണ്ടിയുള്ള നല്ല തീരുമാനം, കർത്താവിനെ നമ്മൾ എത്രമാത്രം അറിയുന്നോ ആ നിലയിൽ നമ്മുടെ ജീവിതം കർത്താവിന് തന്റെ ഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. इसके लिए हमें प्रभु को अच्छी रीति से जानना, उनको और गहराई से समझना, और बातें जानने के लिए इस तरह का इच्छा रहेगा तो हम प्रभु के लिए उपयोगी पात्र बन सकते हैं. ഞാൻ ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം ഓർപ്പിക്കട്ടെ. चेलों को जब भेजा गया था तो प्रभु ने एक बात याद दिलाया था. പിന്നെ ലൂക്കോസ് 10:8 लूका का सुसमाचार 10:8 में हम पढ़ते हैं, ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പീൻ. അപ്പോൾ ഇവിടെ ഞാൻ അതിനകത്ത് ഒരു പോയിന്റ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പീൻ. हाँ, लूका 10:8 पढ़ेंगे. और जिस नगर में जाओ और वहाँ के लोग तुम्हें उतारे तो जो कुछ तुम्हारे सामने रखा जाए वही खाओ. हाँ, तो उधर विषय देखो, मैं उसकी वही विषय बताना चाहता हूँ. वो लोग आपके सामने जो कुछ रखेगा वही खाना. അപ്പോൾ ഇത് തിന്നുന്ന വിഷയത്തിൽ മാത്രമല്ല, तो ये सिर्फ खाने का विषय बात नहीं है. നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളെയും സന്തോഷത്തോടെ അനുഭവിക്കുവാൻ നീ ഒരുങ്ങിയിരിക്കുക. यानी कि आप लोगों के जीवन में जो भी परिस्थिति आते समय में वो सब बातों को स्वीकारने के लिए आप तैयार रहना चाहिए. നിങ്ങൾക്ക് അതിൽ നിന്നും, അതുകൊണ്ട് ഞാൻ പറയുന്നത്, പിന്നെ
നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആ കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുക. यानी कि तुम्हारे सामने रखा हुआ जो बातों को वही खाना, मतलब क्या है उसका आत्मिक अर्थ आप समझिए. आपके सामने जो भी परिस्थिति आता है वो सब परिस्थितियों को खुशी से स्वीकारने का एक मनोभावना, एक इच्छा आप में रहना चाहिए. അത് തിന്നുന്ന കുടിക്കുന്ന കാര്യത്തിലാകാം, वो खाने पीने का विषय भी हो सकता है, മറ്റെന്തെങ്കിലും ആകട്ടെ, और कोई भी विषय क्यों ना हो. ഞാനൊരു കാര്യം ഓർമ്മിക്കാം. लेकिन एक बात मैं याद दिलाना चाहता हूँ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങള് औरंगाबादिले ग्रामप्रदेशങ്ങളിലൊക്കെ സുവിശേഷം അറിയിക്കുന്ന സമയത്ത് मुझे अच्छी तरह से याद है जब मैं औरंगाबाद में उधर के गांवों में, ग्राम के गांवों में जाकर जब मैं सुसमाचार बांटता था. എന്റെ കൂട്ടത്തില് പിന്നെ അന്ന് പല സഹോദരങ്ങളുണ്ടായിരുന്നു. उन दिनों में मेरे साथ कुछ भाई लोग भी थे. അപ്പോൾ അവിടെയുള്ളവര്, എന്നാൽ ആ കൂട്ടത്തില് എന്റെ കൂട്ടത്തിൽ ഇവിടുന്ന് നാസിക്കിന്ന് പോയ ഒരു എയർഫോഴ്സിലുള്ള ഒരു സേവർ സഹർ ഉണ്ടായിരുന്നു. और मेरे साथ यहाँ पर मेरे साथ जो एयरफोर्स में काम करने वाला एक भाई था, जेवियर भाई करके, वो भी मेरे साथ था. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടുകാരൻ ഞങ്ങളെ ആഹാരത്തിന് വിളിച്ചു രാത്രിയില്. हाँ, तो रात का समय हुआ जब उस गांव में पहुंचा तो उधर का एक छोटा सा परिवार ने हमें उनका घर में बुलाया भोजन के लिए, रात का भोजन के लिए. വളരെ പാവപ്പെട്ടവരാണ്, बहुत गरीब है. അവരുടെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് അവരാൽ വെക്കുന്ന ഒരു ആഹാരം ഒരുക്കി തന്നു. तो उन लोगों को खुशी और आनंद में उनको जितना हो सके उन लोग ने खाना तैयार करके दिया. അപ്പോൾ എന്താണ് നൽകിയെന്നറിയാമോ? നൽകിയപ്പോൾ സംഭവിച്ചെന്നറിയാമോ? तो जब खाना बना के दिया तो क्या हुआ? അപ്പോൾ ഓരോ മുട്ടി ചാവലും പിന്നെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഈ ഈ മറ്റേ ബാജരക്ക റൊട്ടി, പിന്നെ മൂമ്പല്ലിക്ക ഡാൽ, മൂമ്പല്ലി എന്ന് പറഞ്ഞാല് പിന്നെ സിന്താന എന്ന് പറഞ്ഞാല് മലയാളത്തില് കപ്പലണ്ടിയുടെ പിന്നെ ഡാല്. हाँ, तो उनके घर में गया तो एक मुट्ठी चावल, बाजरे का रोटी और मूंगफली का डाल, यानी कि जो शेंगदाना है उसका वो लोग ने डाल बनाकर ऐसा छोटा सा रूप में वो लोग ने जितना उनसे हो सका वो लोग ने बना के दिया. और വളരെ ആത്മാർത്ഥത്തോടെ തന്നത്. यस, वो लोग बहुत ही आत्मापूर्वक खुशी से वो लोग ने दिया. അവിടെ ട്യൂബ്ലൈറ്റോ ഇങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി ഇല്ല. അവിടെ ചെറിയ ഈ ബത്തിയുടെ വെളിച്ചത്തിലാണ്. ചെറിയ तो उनके घर में बिजली नहीं है, ऐसा लाइट या फैन कुछ भी नहीं है. छोटा सा मोमबत्ती के प्रकाश में उतना ही ज्योति है घर में, जो मोमबत्ती का ही प्रकाश है. അപ്പോൾ പിന്നെ അവര് നമുക്ക് ആഹാരം തന്നിട്ട് അതിന് മുകളിൽ കൂടെയൊക്കെ അവർ നടന്നു പോണേ. हाँ, तो वो लोग जब खाना वो लोग देने के बाद फिर वो लोग चल के जाते तो वो खाने के ऊपर से पैर रख के वो लोग जाते थे. ഏതായാലും ഞങ്ങളിങ്ങനെ ആഹാരം നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സഹോദരന്റെ അതിനകത്ത് ഒരു കുത്തുമുടി അതിനകത്തുണ്ടായിരുന്നു. ആ ചോറിനകത്ത് ഒരു കുത്തുമുടി. हाँ, तो एक भाई, तो मेरे साथ जो भाई था उनका अवस्था, उनका चावल में खाने के प्लेट में क्या था, एक गुच्छा बाल था. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര അത് വേണ്ടാത്തത് നമുക്ക് മാറ്റി വെച്ചാൽ മതി, എന്നിട്ട് സ്തോത്രം ചെയ്ത് നമുക്ക് നമ്മളെ സ്തോത്രം ചെയ്തല്ലേ നമുക്ക് കഴിക്കാൻ. तो मेरे भाई से कहा, देखो भाई, आपको जो चीज खाने नहीं हो रहा है उसको आप साइड में रख दो, लेकिन और जितना हो सके आप धन्यवाद, आपने धन्यवाद दे दिया, आप बिंदास खा लो करके बोला. അപ്പൊ ഉടനെ തന്നെ ഞാൻ നോക്കിയപ്പോൾ तो मैंने जब मेरे प्लेट में देखा, ഈ കപ്പലണ്ടി ഡാലാണല്ലോ, പിന്നെ അത് വെറും വെള്ളം കപ്പലണ്ടി അതിങ്ങനെ അരിഞ്ഞു ചേരുന്നു. നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ കഴിച്ചിട്ടില്ലായിരിക്കും. അപ്പൊ അതിനകത്ത് നോക്കിയപ്പം പിന്നെ ഒരെണ്ണം ഇങ്ങനെ മലർന്ന് കിടക്കുന്നു. നോക്കി പിന്നെ ഒരു വെട്ടിക്കിളിയാ. വെട്ടിക്കിളി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് മനസ്സിലാവും. വെട്ടിക്കിളി, ഒരു വിട്ടിലിങ്ങനെ അതിങ്ങനെ നമ്മള് പിന്നെ കറി വെക്കാനായിട്ട് അരിഞ്ഞതുപോലെ നടുവേ പിളർന്നിങ്ങനെ മറന്നു കിടക്കുക. हाँ, तो मेरे प्लेट में जब देखा तो जो डाल था, वो डाल का खासियत क्या, वो एकदम पानी जैसा था, क्योंकि दाल और शेंगदाना वो पानी घुलता नहीं, एक नहीं होता. तो वो उसमें वो एकदम पानी जैसा था, थोड़ा अलग से शेंगदाना अलग था. तो मैंने लेकिन ध्यान से देखा तो उसमें एक टीटी कुछ तो ऐसा तैयार रहा था डाल के ऊपर. ध्यान से देखा तो टीटी था, उसका पेट ऐसा कटा हुआ है और डाल के ऊपर खाने में बह रहा है. वो നിങ്ങൾ ചിന്തിക്കണേ. आप लोग जरा सोचना. അപ്പം ഞാനത് ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്ക്, ഞാൻ കൈയെടുത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അതൊരു പിന്നെ विटिलाने ഞാൻ എടുത്ത് മാറ്റി വെച്ചു. तो मैंने जब खाने में जब मैं चावल में मैंने परोसा तो मुझे वो टिटी मेरे दिख गया, तो मैंने उसको उठाया और मैंने साइड में डाल दिया. ഞാൻ സഹോദരനോട് പറഞ്ഞു, मैंने भाई से कहा, ചെറിയ ഇറച്ചിയുടെ കുറവുണ്ടായിരുന്നു, അതിവിടെ പരിഹരിക്കപ്പെട്ടു. देखो हमको यहाँ पर मटन मिला, मांस मिला नहीं, लेकिन वो मांस का कमी ये दाल में पूरा हो गया करके. ഞാനത് തന്നെ കാണിച്ചിട്ട് ഞാൻ വീട്ടുകാർ അറിയാതെ ഇതൊക്കെ ചെയ്തു. तो ये घर वाले लोग कुछ भी नहीं जान रहे. मैंने रहस्य में चुप के भाई को ऐसा बोला और भाई को टीटी दिखाया और साइड में डाल दिया. എന്നാലും ഞങ്ങൾ അത് കഴിച്ചു. फिर भी हम लोगों ने खाया. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാല് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. तो इसमें ये बात ऐसा करने में हमको खुशी थी, കാരണം അവര് വളരെ ദരിദ്രരായിട്ടും ഞങ്ങൾക്ക് വേണ്ടി അവര് ഭക്ഷണം ഒരുക്കി തന്നല്ലോ. क्योंकि वो लोग इतना दरिद्र होकर भी उन लोगों ने इतना बड़ा खाना बना के दिया. നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് അവിടെ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും പ്രകടിപ്പിച്ച് അവരുടെ
മനസ്സിൽ എന്ത് ദുഃഖമായിരിക്കും. तो अगर गुस्से में आकर अगर ऐसा हुआ चावल में ऐसा वैसा ऐसा सब स्वभाव अगर दिखाता तो वो घर में कितना दुख होता था ना. ഇതിനോട് ഞാനിത് പറയാൻ കാരണം मैं ये कहने का उद्देश्य ये है നമ്മുടെ ജീവിതത്തിൽ ഏത് അനുഭവം ഉണ്ടായാലും അത് നമ്മൾ സന്തോഷത്തോടെ നമ്മൾ അതിനെ സ്വീകരിക്കുവാനായിട്ടും അതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കും. इसके लिए प्रियो हमारे जीवन में कोई भी परिस्थिति क्यों ना आए, हमारे उसका सामना कुछ भी करना पड़े, उसको हमें सही रीति से आत्मा पूर्वक से भरकर प्रभु में अधीन होकर उसको सामना करने का एक मनोभावना हमेशा होना चाहिए. കർത്താവ് നമ്മളെ ഒരുക്കിയെടുക്കുകയാണ്. क्योंकि प्रभु हमें तैयार कर रहा है. നമ്മൾ ഒരു വിധത്തിൽ കർത്താവിനാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. क्योंकि हम लोग प्रभु के हाथों से बांधे जा रहे हैं. നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറണം. हम मसीह के स्वभाव के रूप में बदलते जाना है. കർത്താവിന്റെ കയ്യിൽ അനേക കാര്യങ്ങൾ പലരെ ഏൽപ്പിക്കാൻ വേണ്ടിയുണ്ട്. क्योंकि प्रभु के हाथ में बहुत से जिम्मेदारी है जो दूसरों लोगों को समर्पण करने के लिए प्रभु इच्छा रखता है. അപ്പോൾ ദൈവത്തിന്റെ കയ്യിലുള്ളത് തരാനായിട്ട് ഞാൻ ആർക്ക് കൊടുക്കും എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. तो ये जिम्मेदारी जो प्रभु के हाथ में है, प्रभु ये देख रहे हैं मैं किसको सौंपूं, किसको दूं, कौन वो जिम्मेदार और विश्वास योगी भाई है जिसको मैं ये काम सौंपूंगा तो करेगा करके प्रभु ढूंढ रहा है. ഞാൻ കേരളത്തിലുള്ള ഒരു ശാസ്ത്രജ്ഞന്റെ ജീവചരിത്രം ഇങ്ങനെ കഴിഞ്ഞ ആളുകൾ ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായി. मैं केरला में एक बहुत बड़ा ज्ञानी का उनका जीवन चरित्र को पढ़ने के लिए मुझे मौका मिला. ജോർജ് അതിന് മുഴുവൻ പേരും അറിയത്തില്ല. പിന്നെ ഒരു സയന്റിസ്റ്റ് ആയിരിക്കുന്ന ജോർജ് സംതിങ്, പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. उनका नाम मैं भूल गया लेकिन पहला नाम जॉर्ज करके है. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ 3 കുഞ്ഞുങ്ങളുണ്ടായി. 3 പേരും പിന്നെ വികലാംഗരാണ്. हाँ, तो वो उनको 3 बच्चे हुए थे और तीनों बच्चे अपाहिज है. മാത്രമല്ല ആർക്കും ഇല്ലാത്ത ഒരു അസാധാരണ രോഗവും ലക്ഷങ്ങളിലോ കോടികളിലൊക്കെ ഉള്ള വല്ലപ്പോഴും വരുന്ന ഒരു രോഗം ആ കുഞ്ഞുങ്ങൾക്ക്. तो ये जो अपाहिज या विकलांग जो बच्चे हैं उन तीनों को एक ऐसा बीमारी है जो करोड़ों बच्चों में से एक बच्चे को आने वाला बीमारी वो बच्चे को आया. बहुत एकदम ऐसा रोग है जो किसी को सामान्य रीति से आता नहीं है. करोड़ों में से एक बार किसी को लगता है. वैसा एक बीमारी बच्चों के ऊपर वो बच्चों पर भी था. അവസാനം തന്റെ ഭാര്യയ്ക്കും അങ്ങനെ എന്തോ അസുഖം ഉണ്ടായി. उसके बाद हम देखते हैं पत्नी को भी बीमारी आई. അപ്പോൾ പിന്നെ താൻ പറഞ്ഞിരിക്കുന്ന ഒരു സാക്ഷ്യം, तो उन्होंने गवाही दिया. ദൈവം ഇങ്ങനെ നോക്കി ഞാൻ ഇത് ഇവരെ ആർക്ക് കൊടുക്കണം. परमेश्वर ने मुझ पर देखा. परमेश्वर देख रहा था दुनिया में कि मैं ऐसा परिस्थिति किसको दूं. അപ്പോൾ ഞാൻ ഒരു വ്യക്തിയെ കണ്ടു. तो प्रभु ने एक व्यक्ति को देखा. അത് ഞാനായിരുന്നു എന്ന് ആ ദൈവദാസൻ പറയുന്നു. तो वो मैं हूं करके वो प्रभु का दास कहने लगा. ആ ദൈവദാസൻ വളരെ സന്തോഷത്തോടെ അവരെയൊക്കെ ശുശ്രൂഷിച്ചു. यानी कि अब वो प्रभु का दास ने एकदम आनंद से वो परिवार को, अपने बच्चों और पत्नी को सेवा किया. നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അവസ്ഥയിൽ ഇന്ന് നമ്മൾ സന്തുഷ്ടരാണോ? इसके लिए प्रियो आज प्रभु ने हमको जो पारिवारिक जीवन दिया है, ये पारिवारिक जीवन में जो परिस्थितियां प्रभु ने तैयार करके दिया है, ये सब अवस्थाओं में हम लोग खुश और समृद्ध है क्या? ഇന്നുള്ള പരിസ്ഥിതിയിൽ നിങ്ങൾ സന്തുഷ്ടരാണോ? क्या आप अभी का जो परिस्थिति जो ये पूरा दुनिया में हो रहा है, इससे आप खुश है क्या? ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മകൻ അല്ലെങ്കിൽ മകൾ ദൈവം നോക്കി ഞാൻ ഈ മകനെ ആർക്ക് കൊടുക്കണം, ഈ മകളെ ആർക്ക് കൊടുക്കണം നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുക. तो इसलिए आपके परिवार में आए जन्म लिया हुआ जो बेटा है या आपका परिवार में जन्म लिया जो बेटी है, क्या उस बच्चे से आप खुश है क्या? प्रभु ने इच्छा रखा ये परिवार में मैं बेटा दूं, प्रभु ने इच्छा किया कि ये परिवार में मैं बेटी दूं, आप उससे खुश है क्या? അതോ നിങ്ങൾ മകനെ കുറിച്ചോ മകളെ കുറിച്ചോ കംപ്ലൈന്റും പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മനസ്സിന് എന്ത് ദുഃഖമായിരിക്കും. കാരണം ദൈവം നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ളെന്ന് മറക്കരുത്. इसके लिए क्योंकि नहीं तो हम लोग शिकायत कर रहे हैं, अरे ऐसा नालायक बेटा मिला या ऐसा बेटी मिला बोलकर हम लोग परमेश्वर के खिलाफ शिकायत करने लगा तो हम भूल रहे हैं कि प्रभु ने हमको देखभाल करने के लिए जिम्मेदारी के रूप में दिया है करके हम भूल रहे हैं. ദൈവം ഈ കുഞ്ഞിനെ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ അതിനെ പാലിക്കുവാൻ യോഗ്യരാണെന്ന് കണ്ടുകൊണ്ടാണ്. क्योंकि प्रभु के हाथों में, जो प्रभु के चरणों में रहने वाला ये बेटे को या बेटी को, बच्चे को प्रभु ने आपका परिवार इसको लायक है, आप संभाल सकते हैं करके, आप लोग योग्य है करके जानकर प्रभु ने आपको ये परिवार बच्चा दिया. നിങ്ങൾ ഒരു വിശ്വാസിയാണോ? लेकिन आप एक विश्वासी है क्या? എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു രക്ഷിക്കപ്പെട്ട ദൈവജനാണെങ്കിൽ, अगर मुझे सुनने वाले लोग नया जन्म पाया हुआ, उद्धार पाया विश्वासी है तो, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, अगर आप लोग प्रभु से प्रेम करते हैं तो നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. एक बात आप समझना. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വലിയ തലവേദനയായിട്ട് തോന്നുന്നുണ്ടാകാം. शायद आपको लगता होगा मेरा पत्नी बहुत बड़ा सर दर्द है करके, എന്നാൽ
ആ ഭാര്യയെ സൂക്ഷിക്കുവാൻ നിങ്ങളെ കൊണ്ടേ കഴിയൂ. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. लेकिन ये पत्नी को सिर्फ आप ही संभाल सकते हैं, ये बात प्रभु जानता है, इसीलिए प्रभु ने आपको ऐसा पत्नी दिया है. അല്ല, നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്റെ പെണ്ണ് സഹോദരി, അത് നിങ്ങളെ കൊണ്ടേ കഴിയൂ. അതുകൊണ്ടാണ് നിങ്ങളെ അവർക്ക് ആ സഹോദരൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. और ये है मेरे बहनों, एक बात मैं बताना चाहता हूँ, अगर आपका पतिया आपके लिए एक बोझ है, आपको सहने के से अपार है, आपको सह नहीं सकता, तो मैं मेरे प्रिय बहनों को कहना चाहता हूँ, हे मेरे प्रिय बहन, आपको जो पति जो प्रभु ने दिया है, सिर्फ आप ही लोग इस पति को, इस पुरुष को सह सकते हैं. परमेश्वर जानता है, इसलिए आपको ऐसा पति दिया है. അതുകൊണ്ട് നിങ്ങൾ നിരാശരാകരുതേ. इसलिए कभी भी निराश नहीं होना. ഭാര്യ ഭർത്താവിനെ കുറിച്ചോ ഭർത്താവ് ഭാര്യയെ കുറിച്ചോ നിങ്ങൾ നിരാശരാകരുതേ. पति पत्नी के खिलाफ या पत्नी पति के खिलाफ कभी भी निराश या दुखी नहीं होना है. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മക്കൾ, आपको दिए हुए बच्चे, നിങ്ങൾ ചിലപ്പം അവരെ കുറിച്ച് ഒരുപാട് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു പലതും ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്ക്, നിങ്ങൾക്ക് മാത്രമേ ആ കുഞ്ഞിനെ പരിപാലിക്കാൻ കഴിയൂ. इसके लिए आपके बच्चों के विषय में आते समय में आप लोग को बहुत शिकायत रहेगा, नालायक है, बात नहीं सुनता है, ये करता है, वो करता है, इस तरह का बहुत प्रॉब्लम्स आपको रहेगा. लेकिन एक बात बताना चाहता हूँ, सिर्फ आप ही लोग ही वो बच्चों का देखभाल कर सकते हैं, इसलिए प्रभु ने दिया है. കൃത്യമായിട്ടും അതുകൊണ്ട് തന്നെയാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. इसीलिए सही स्पष्ट रीति से प्रभु ने वही बच्चों को आपको दिया है. അതുകൊണ്ട് ദൈവമക്കളോട് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. इसलिए प्रभु के बच्चों को मैं एक बात याद दिलाना चाहता हूँ, നിങ്ങളാരും ഒരിക്കലും നിങ്ങൾ ആരെയെ കുറിച്ചും അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉള്ളവരാകാതിരിക്കാൻ സൂക്ഷിക്കുക. इसके लिए अपने परिवार के बीच में किसी के भी खिलाफ शिकायत देकर इस तरह का दुखी उठाने वाला लोग कोई भी होना नहीं चाहिए. ഓരോ ദിവസവും ദൈവമക്കളായ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയുവാൻ നമ്മൾ ഉത്സാഹിക്കണം. क्योंकि हम लोग प्रभु के बच्चे हैं, इसलिए हम लोग को प्रतिदिन, आज का दिन में प्रभु मुझे कुछ उद्देश्य के लिए ये दिन दिया है, उस उद्देश्य को मैं पूरा करके जीने के लिए, वो उद्देश्य क्या है पहचानने के लिए अपने आप को समर्पण करना है. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിന് വിശേഷമായ ഒരു പദ്ധതി ഉണ്ട്. क्योंकि हमारे लिए, आपके लिए, मुझे, मेरे लिए, हम सब लोगों के लिए आज का एक दिन कुछ तो खास उद्देश्य परमेश्वर का मन में है. ഇന്നത്തെ ഒരു ദിവസമല്ല, मतलब हमारे जीवन का पूरा आयु में प्रभु ने हमको ये जीवन दिया है, तो उसमें कोई तो उद्देश्य है. അപ്പോൾ നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, रोमियो का पुस्तक 12:2 में जब हम पढ़ते हैं, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. അപ്പോൾ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പൂർണ്ണ ഹിതം എന്നതാണെന്ന് നമ്മൾ അറിയണം. അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. 12:2 पढ़ेंगे, रोमियो 12:2. इस संसार के सदृश ना बनो, हाँ, परंतु तुम्हारे मन के नए हो जाने से तुम्हारा चाल चलन ही बदलता जाए, जिससे तुम परमेश्वर की भली और भावती और सिद्ध इच्छा अनुभव से मालूम करते रहो. तो प्रभु का भलाई, भावती और सिद्ध इच्छा क्या है जानना है, तो प्रतिदिन मन को नया कर जियो. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേകമായിരിക്കുന്ന പദ്ധതി ഉണ്ട്. एक एक दिन प्रभु जो हमको देता है, ये एक एक दिन प्रभु देने का हमारे जीवन में प्रभु ने कुछ तो उद्देश्य रखा है, इसलिए एक एक दिन हमको दे रहा है. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഞാൻ എന്റെ കർത്താവിനെ തന്നെയാണോ അനുഗമിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. इसलिए प्रतिदिन मैं, आज का दिन अगर मुझे मिला है, तो आज मैं प्रभु का ही सेवा कर रहा हूँ क्या मैं मेरे प्रभु में मैं आधीन हूँ क्या नहीं, ये मुझे जांचना है. കാരണം നമ്മൾ ദൈവമക്കളാണെങ്കിൽ, നമുക്ക് ദൈവവിളി ലഭിച്ചതാണെങ്കിൽ, ദൈവം നമ്മളോട് പറയുന്നത് നമുക്കറിയാം. മത്തായി 9:9 മത്തായിയോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്നെ അനുഗമിക്കുക. മത്തായി 9:9 വാക്യത്തിൽ എന്നെ അനുഗമിക്കുക. അവൻ ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു എന്നാ വായിക്കും. वहां पर हम देखते हैं मत्ती 9:9 में प्रभु वहां पर एक लेवी व्यक्ति को देखा, जो मत्ती नाम का एक व्यक्ति को जो चुंगी ले रहा था, उसके पास प्रभु जाकर बोला मेरे पीछे हो जा. प्रभु एक ही शब्द का, मेरे पीछे हो जा. वो वाक्य में क्या किया, मत्ती ने वो सब बातें छोड़कर प्रभु के पीछे हो लिया. അപ്പോൾ നമ്മുടെ വിളിയെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. इसलिए हमें जिस बुलावट से बुलाया है उस पे हमें बोध्य रहना है. നമ്മളെ വിളിക്കുന്നത് ആരാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായി. और हमें कौन बुला रहा है उस विषय में हमें बोध्य रहना है. അപ്പോൾ നമ്മൾ ആരെയാണ് അനുഗമിക്കുന്നതെന്ന് നമ്മൾ അറിയണം. और हम किसके पीछे हो रहे हैं ये बात हमें जानना है. ഈ അനുഗമിക്കുന്നവന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് കൂടെ നമ്മൾ കർത്താവിലൂടെ നമ്മൾ പഠിക്കണം. और ये हम पीछे जिसको हो रहे हैं उनका अवस्था क्या है, उनका परिस्थिति क्या है, उनके जीवन में क्या क्या है, वो बात प्रभु को देखकर हमें सीखना है. അപ്പോൾ നമ്മൾ വിളി ലഭിച്ചെങ്കിൽ ആ വിളിക്ക് യോഗ്യമായ നിലയിൽ ജീവിക്കുവാൻ പഠിക്കണം. इसके लिए अगर हमें प्रभु का वो बुलावट अगर हमें मिला है, तो वो बुलावट के योग्य रीति का चाल चलन चलना जरूरी है. പ്രിയമുള്ളവരെ, നമ്മൾ
ക്രിസ്ത്യാനിരൂപരായി തീരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തായിരിക്കാം? तो इसके लिए हमें मसीह होकर हमें बुलाया गया है. उस मसीह होने की वजह से मसीह के रीति में चलते समय में हमारा अवस्था परिस्थिति क्या क्या हो सकता है. ക്രിസ്തുവിനുണ്ടായ അതേ അനുഭവങ്ങളായിരിക്കും जो मसीह को हुआ है वही परिस्थितियां हमें भी रहेगा. അതാ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ये बात पे हमें ध्यान देना है. കർത്താവിനെ പഠിപ്പിച്ചപ്പോൾ प्रभु ये जब बातें सिखाते समय में മത്തായി 10:24-25 വാക്യത്തിൽ मत्ती का सुसमाचार 10 का 24 और 25 पढ़ते समय में ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെ ആകുന്നത് ദാസന് മതി. हाँ वो 24-25 पढ़ेंगे. चेला अपने घोड़े से बड़ा नहीं होता, अतः दास अपने स्वामी से। हाँ चेले का गुरु के और दास का स्वामी के बराबर होना ही बहुत है। हाँ बस 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 उतना ही बस. അപ്പോൾ നമ്മളോട് ചിന്തിക്കുക, तो इधर जरा सोचिए. അപ്പോൾ നമ്മുടെ ഗുരുവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനേക്കാൾ നമ്മൾ വലിയവരല്ല. तो इसके लिए हमारा गुरु और हमारा स्वामी जो प्रभु यीशु मसीह है हम उनसे बड़े नहीं हैं. അപ്പോൾ നമുക്ക് നമ്മുടെ ഗുരുവിനെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹമാണ് എല്ലാ ശിഷ്യന്മാർക്കും ഉള്ളത്. क्योंकि हर एक चेलों का यही आग्रह रहता है कि अपने गुरु के समान बने. അങ്ങനെയുള്ള ആഗ്രഹമാണോ ഇന്ന് നമുക്കുള്ളത്? ऐसा आग्रह है कि आप लोगों का നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയില്ലേ എന്നൊരു സംശയം. ऐसा शक होता है कि शायद मैं मेरा गुरु से भी थोड़ा आगे चला गया या थोड़ा दूर चले गया करके ऐसा लगता है कि आप लोगों को നമ്മൾ ചിന്തിക്കണം. हमें सोचना है. കർത്താവിന് ഈ ലോകത്തിലുണ്ടായ അനുഭവങ്ങളെ പോലെ തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. क्योंकि प्रभु को इस दुनिया में कैसा उनका परिस्थिति था वैसा परिस्थिति अवस्था हमें भी होगा. ഈ ലോകം നന്നായിട്ടില്ല, ഒന്നുകൂടെ വഷളായിട്ടേ ഉള്ളൂ. देखो प्रियो ये संसार सुधरा नहीं है बल्कि और बिगड़ चुका है. ഞാൻ ഒരു വാക്കോടെ ആ വിഷയത്തിൽ നിങ്ങളെ ഓർപ്പിക്കാം. इस विषय में एक और बात याद दिलाना चाहता हूँ. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ 20-ാം വാക്യമാണ്. യോഹന്നാൻ 15 का 20 में हम पढ़ते हैं. അവിടെ വായിക്കുന്നത്, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും, എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. पढ़ेंगे യോഹന്നാൻ 15 का 20. जो बातें मैंने तुमसे कही थी, दास अपने स्वामी से बड़ा नहीं होता, उसको याद रखो। यदि उन्होंने मुझे सताया तो तुम्हें भी सताएंगे, यदि उन्होंने मेरी बातें मानी तो तुम्हारे भी मानेंगे. അപ്പോൾ നമ്മുടെ കർത്താവിനെ ഈ ലോകം എന്ത് ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. हमारा प्रभु को ये संसार ने क्या किया आप लोग जानते हैं. അപ്പോൾ ഈ ലോകം നമ്മുടെ കർത്താവിന് കൊടുത്തത് ക്രൂശാ. हमें ये संसार ने अगर यीशु को कुछ दिया है प्रभु को दिया है वो क्रूश था. അപ്പോൾ നമുക്ക് എന്തായിരിക്കാം ലഭിക്കുന്നത്? हमें क्या मिलेगा? നമ്മുടെ ആഗ്രഹം എന്താണ്? हमारा आग्रह क्या है? ഈ ലോകം നമുക്ക് എന്ത് തരും? ये संसार हमको क्या देगा? നമ്മുടെ ഗുരുവിന് കൊടുത്തതിനേക്കാളും നല്ലത് നമുക്ക് എന്തെങ്കിലും തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ആ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ അറിവില്ലായ്മയാണ്. अगर हमें कुछ ऐसा आशा रख रहे उम्मीद रख रहे कि तो यीशु को दिया उससे भी कोई अच्छा बात भला बात अगर हमको देगा करके ऐसा कुछ उम्मीद रखे बैठा है तो हमारे धोखादायक जीवन जी रहे हैं. ദൈവമക്കളെ, നമ്മൾ ഓരോ ദിവസവും കർത്താവിനെ തന്നെ അനുഗമിക്കുന്നോ എന്ന് നമ്മൾ പരിശോധിക്കണം. इसके लिए हम लोग प्रतिदिन हम अपने प्रभु के पीछे ही हो रहे हैं कि नहीं ये हमें परखना है. നമ്മൾ ഇന്ന് എന്താണ് വാസ്തവത്തിൽ ഈ ലോകത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്? आज हम लोग इस संसार से क्या आग्रह रखते हैं क्या चाहते हैं? ഓരോ ദിവസവും നമ്മുടെ കർത്താവിനെ അറിയുവാനും ഈ കർത്താവിന്റെ കാഴ്ചകളെ പിൻപറ്റുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? एक एक दिन प्रभु के पीछे होने के लिए उनका पथ चिन्हों में चलने के लिए हमें हो रहा है क्या? ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. एक छोटा सा बात मैं कहना चाहता हूँ. നിങ്ങളോട് നമ്മൾ വഴിയിൽ കണ്ടുമുട്ടി. जरा सोचो कि मैं आपको रास्ते में मिला നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ और मैं आपको पूछ रहा हूँ कि आप लोग किधर जा रहे हैं करके അതിന് കൃത്യമായ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയും. आप लोग चाहिए तो सही जवाब दे सकते हैं. നിങ്ങൾ പറയും, ഞാൻ ഇന്ന വീട്ടിൽ വിസിറ്റിന് പോവുക. तो आप लोग शायद बोलेंगे कि मैं एक घर में विजिटिंग के लिए जा रहा हूँ. നമ്മളൊരു കുഞ്ഞിനോട് നമ്മുടെ വഴിയിൽ കാണുമ്പോൾ മോനെ ഈ ബാഗെല്ലാം നോക്കിയിട്ട് നീ എവിടെ പോകാന്ന് ചോദിച്ചാൽ ആ കുട്ടി കൃത്യമായിട്ട് പറയും, ഞാൻ സ്കൂളിൽ പോവുകയാണ്. अगर हम एक बच्चे को मिले रास्ते में मिल रहे हैं और वो बैग लेकर जा रहा है तो हम उस बच्चे को पूछ रहे हैं, हे बेटे तू ये बैग लेकर किधर जा रहा है? तो बेटा स्पष्ट जवाब क्या देगा कि मैं स्कूल जा रहा हूँ. ഒരു വ്യക്തി ബാഗൊക്കെ പിടിച്ചിട്ട് കമ്പനിയിൽ പോവുകയാണ്. സഹോദരൻ നീ എവിടെ പോകാന്ന് ചോദിച്ചാൽ ആ വ്യക്തി കൃത്യമായിട്ട് പറയും, ഞാൻ കമ്പനിയിൽ ജോലിക്ക് പോവാം. तो एक भाई सूटकेस लेकर वो अपना काम के लिए जाते समय में वो भाई को पूछे, हे भाई आप किधर जा रहे हो? वो स्पष्ट रीति जवाब क्या देगा, मैं ऑफिस जा रहा हूँ. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു സഞ്ചിയൊക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ അവിടെ പോയാൽ അവർ പറയും ബജാറിൽ പോവുക, ചന്തയിൽ പോവുക. हाँ तो एक बहन हाथ में थैली है, वो थैली लेकर जा रही है. वो बहन को पूछ रहा, बहन आप कहाँ जा रहे? बोलेगी वो बहन बोलेगी मैं मार्केट जा रही हूँ. ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട് ജനങ്ങൾക്ക്. तो इस तरह हर एक परिस्थिति के लोगों को अभी हमने अलग अलग लोगों को पूछा, अलग अलग लोगों को जवाब देने के लिए उत्तर उनके पास है. എന്നാൽ लेकिन ഇന്നും എന്നെ കേൾക്കുന്ന
ദൈവമക്കളോടും മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു ചോദ്യം. हाँ, लेकिन मैं अभी मुझे सुनने वाले लोग और आगे जाकर जो सुनेंगे उन लोगों को भी मुझे एक सवाल पूछना है. നിന്റെ ജീവിതയാത്ര എങ്ങോട്ടാണെന്ന് നിനക്കറിയാമോ? आपका ये जीवन का ये यात्रा ये किसके और है, किधर है, ये आप जान रहे हैं क्या? നീ നിന്റെ ഈ ലോക യാത്രയ്ക്ക് ശേഷം നിത്യത എവിടെ ചിലവഴിക്കും എന്ന കാര്യത്തിൽ നിനക്ക് ഉറപ്പുണ്ടോ? तुम्हारा ये जीवन का यात्रा खत्म हो जाने के बाद फिर तुम अनंतता तुम किधर बसाओगे, किधर तुम अनंत काल जियोगे, ये बात का स्पष्ट जवाब आपको है क्या? അനേക കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാൻ കഴിയും. देखो, बहुत से बातों में, संसार की बातों में अच्छा सही रीति से हमने जवाब दिया. എന്നാൽ നമ്മുടെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഒരു കൃത്യമായ ഉത്തരം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? लेकिन मरने के बाद हमारा अवस्था क्या होगा, उसका सही जवाब या स्पष्ट रीति से जवाब को हम दे पाएंगे क्या? ഇന്ന് പല ദൈവമക്കൾക്ക് പോലും അത് പറയാനുള്ള ഒരു ധൈര്യമില്ല. आज बहुत से प्रभु के बच्चों को भी सही जवाब देने का धैर्य नहीं है. എന്താണ് കാരണം അറിയാമോ? कारण क्या है? അവർ യഥാർത്ഥത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ വസിക്കുന്നില്ല. वो लोग अभी तक प्रभु के साथ सही रीति का संगति में, सहभागिता में पहुंचा नहीं है. അവരെന്നും കർത്താവിന്റെ പിന്നാലെ അവർ നടക്കുന്നില്ല. वो लोग आज भी प्रभु के पीछे नहीं चल रहे. അവർക്ക് കർത്താവിന്റെ സ്വരം കേൾക്കുവാൻ കഴിയുന്നില്ല. वो लोग अभी भी प्रभु का आवाज सुनने नहीं हो पा रहा. അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ അവരുടെ നിർണയങ്ങൾ അവർക്ക് നഷ്ടമാകുകയാണ്. ऐसा करते समय में एक एक बातें जो वो चुनते हैं, जब निर्णय लेने का बातें आते हैं, उसका मौका को खो बैठ रहे हो लोग. നമ്മൾ നമ്മുടെ വിളിക്ക് യോഗ്യമായ നിലയിൽ നമ്മൾക്ക് ജീവിക്കുവാൻ ഇന്ന് കഴിയുന്നുണ്ടോ? इसके लिए हमें जिस बुलावट से बुलाया गया है उसका बुलावट का योग्य चाल चलन चलने हो रहा है क्या? ഈ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത്. इसके लिए ये सब बातें सही रीति से जान सके, इसके लिए प्रभु के वचन के आधार पर आपको सब बातें बता रहा हूँ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്തുവാണ്? हम लोग गए दिनों तक क्या क्या कौन सा विषय हम लोग देख रहे थे. നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. हाँ, हम जब भी इकट्ठा होते समय में हमारे लिए जो भी लाभदायक बातें है, जो भी लाभ के बात है, वही हम सिखाते हैं और वही लोग ग्रहण करना चाहिए. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ദൈവഭക്തി എന്നുള്ളത് വളരെ ഉപയോഗമുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. गए दिनों में मैंने कहा था कि परमेश्वर का भक्ति, यहोवा भक्ति बहुत लाभदायक बात है. പിന്നീട് നമ്മൾ വായിച്ചത് ദൈവവചനം അത് പ്രയോജനമുള്ളതാണ്. और फिर हमने देखा परमेश्वर का वचन लाभदायक है. എന്തിനൊക്കെ പ്രയോജനമുള്ളതാ? किस किस बातों के लिए लाभ है? അവിടെ 4 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. उधर 4 बातों के लिए हमने पढ़ा था. മലയാളത്തിൽ അതിന്റെ 2 തിമോത്തി 3:17 വാക്യമാണ്. दूसरा तिमोथी 3:16 ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണെന്ന് പറയുന്നത്. हाँ, वो 4 बातें पढ़ेंगे. दूसरा तिमोथी 3:16 का आखिरी भाग में है हिंदी में. और उपदेश और समझाने हाँ. और सुधारने और धर्म की शिक्षा के लिए लाभदायक. हाँ, ദൈവമക്കളെ, ഇവിടെ ഈ 4 കാര്യത്തിന് ഇത് വളരെ പ്രയോജനമാണ് പറയുന്നത്. तो ये 4 बातों के लिए बहुत लाभदायक है करके वचन लिखा है. അപ്പൊ ഒന്നാമത്തെ കാര്യം ഉപദേശത്തിന്. पहला हम देखे उपदेश के लिए था. ഇത് പറഞ്ഞാല് ഒരു വിശ്വാസി നടക്കേണ്ട വഴി ഏതെന്ന് നമ്മളെ ഉപദേശിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. यानी कि हमें प्रभु एक विश्वासी किस रास्ते में चलना चाहिए, वो रास्ते में चलने का उपदेश कौन देता है? वचन देता है. കേൾക്കണം. ध्यान से सुनना. വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എല്ലാ കാര്യത്തിലും അവനെ ഉപദേശിക്കുന്നത്, അവൻ നടക്കേണ്ടുന്ന വഴി അവനെ ഉപദേശിക്കുന്നത് ദൈവവചനമാണ്. क्योंकि एक विश्वासी का चाल चलन किस रीति से होना चाहिए, उस बात को उपदेश देने वाला प्रभु का वचन है. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് 119:105 വാക്യം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 119 भजन संगीता 105 हम लोग अच्छी तरह से जानते हैं. Psalms 119 verse 105 में तेरा वचन मेरे पाप के लिए दीपक है और मेरा मार्ग के लिए उजाला है. അപ്പോൾ ഈ ജീവിത യാത്രയിൽ ഓരോ ദിവസവും നമ്മൾ നടക്കേണ്ട പാതകളെ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവവചനത്തിലൂടെ നമ്മൾ പ്രാപിക്കണം. इसके लिए हमें इस दुनिया में एक एक कदम हम जब चलते समय में ये एक एक चाल चलनों में जो प्रकटीकरण, जो प्रकाश हमको मिलना चाहिए, वो पवित्र आत्मा के आधार पर होना चाहिए. തെറ്റേതാണ്, തെറ്റായ വഴിയും ശരിയായ വഴിയും നമ്മളെ വ്യക്തമായും നമുക്ക് ഗ്രഹിച്ചു തരുന്നത് ദൈവവചനത്തിലൂടെയാണ്. वो गलत कौन सा है, सही कौन सा है, वो दोनों का फर्क, सही गलत का विभाजन करके सही जब कौन सा चुनने के लिए उसका वो ज्ञान हमें पवित्र आत्मा देता है, वचन देता है. വചനത്തിലൂടെ നമ്മൾ ആ ഉപദേശം പ്രാപിക്കണം. वचन से हमें वो उपदेश प्राप्त करना है. വളരെ വ്യക്തമായും നമ്മൾ അതിനെ മനസ്സിലാക്കണം. इसलिए स्पष्ट रीति से, अच्छे करेक्ट रीति से उसको समझना है. നമ്മൾ യിരെമ്യാ പ്രവചനം 6:8 വാക്യം വായിക്കുമ്പോൾ यिर्मयाह का पुस्तक उसका 6:8 में हम पढ़ते हैं. यिर्मयाह 6:8 യെരൂശലേമേ, എന്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. पढ़ेंगे. यरूशलेम, ताड़ना ही से मार ले, नहीं तो तू मेरे
तो वो ताड़ना से समझ ले करके जो हिंदी में लिखा है वो मलयालम में कहता है कि मैं तुमको उपदेश देता हूं करके आता है मलयालम में। അപ്പോൾ ദൈവത്തിന്റെ ഉപദേശം നമ്മൾ കൈക്കൊള്ളണം. यानी कि वहां पर लिखा है यरूशलेम यहोवा के उपदेश को तुम स्वीकारो, वही बात हमें कहता है यहोवा के उपदेश को हमें स्वीकारना है। അപ്പോൾ ഈ ഉപദേശം ദൈവത്തിന്റെ ഉള്ളത്തിൽ നിന്നും വരുന്ന ദൈവിക ആലോചനയാണ്. ये उपदेश जो है परमेश्वर के हृदय से अंदरूनी भाग से आया हुआ प्रभु का विचार और उनके बातें हैं। അപ്പോൾ ഉപദേശത്തിന് ദൈവത്തിന്റെ വചനം നമ്മൾ കൈക്കൊള്ളണം. तो उपदेश के बातों के लिए प्रभु का वचन को हमें पकड़े रहना है। വീണ്ടും നമ്മൾ വായിക്കുന്നത് ശാസനത്തിന്. दूसरा है हमें है दूसरा पॉइंट क्या है हिंदी में? रिप्रूफ। वो दूसरा तिमोथी 3:16 का दूसरा पॉइंट कौन सा था? हाँ, समझाने। ओके, समझाने के लिए। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. इसलिए एक बात समझे, നമ്മുടെ ശാസനത്തിന് ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വചനം നമ്മളെ ചൂണ്ടിക്കാണിക്കും. तो क्या बातें हमको समझाएगा हमारे जीवन में प्रभु के इच्छा के अनुसार जो भी बातें हम चलना चाहिए था वो बात में नहीं चलता है तो वो प्रभु का वचन है जो हमें समझाकर हमारे जीवन में सुधार लाता है। ദൈവമക്കളെ ഏതൊരു കാര്യത്തിലും അതുകൊണ്ടാണ് ദൈവദാസന്മാരിലൂടെ നമുക്ക് സമയാസമയങ്ങളിൽ നമ്മുടെ തെറ്റ് തിരുത്തുവാൻ വേണ്ടി പ്രബോധനങ്ങൾ ലഭിക്കുന്നത്. इसीलिए तो प्रभु के दासों के द्वारा हमें वचन में हमको प्रबोधन मिलता है, हमें वचन मिलता है ताकि हमारे जीवन में कुछ सुधार आ सके. എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള ശാസനങ്ങൾ വരുമ്പോൾ പലരും ഹൃദയം കഠിനമാക്കി ദൈവത്തിന് അകന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. लेकिन सुधारने का विषय वचन जब बोलते समय में लोग उसको सुनकर हृदय कठोर करके और कठिन होकर प्रभु से दूर होने का कारण बन जाते हैं. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ നമുക്ക് നമ്മൾ തെറ്റിപ്പോകുന്ന സമയത്ത് നമുക്ക് ശാസനങ്ങൾ ലഭിക്കുമ്പോൾ ഒരിക്കലും ആ പ്രബോധനങ്ങളെ നമ്മൾ തുച്ഛീകരിക്കരുത്. इसके लिए प्रियो, जब आपकी उपस्थिति में वचन आते समय में वो हमारे जीवन में सुधार का कारण बन सकता है, वो वचन को स्वीकारने के बजाय उसको ठुकराए ना. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒന്നുകൂടി കാര്യം ഞാൻ ഓർപ്പിക്കാം. प्रभु का वचन से एक दो बातें मैं पढ़ाना चाहता हूँ. നമ്മൾ സദൃശവാക്യം 4:13 വായിക്കുമ്പോൾ नीति वचन 4:13 Proverbs 4:13 പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. पढ़ेंगे 4:13 नीति वचन. शिक्षण को पकड़े रहो और उसे छोड़ न दे, उसकी रक्षा कर क्योंकि वही तेरा जीवन है. आमेन. അപ്പോൾ നോക്കണം, നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ഈ ശാസനയെ വെറുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ജീവനെ നഷ്ടപ്പെടുത്തുകയാണ്. तो यानी कि सुधारने का विषय जो भी हमारे पास आते समय में उसको अगर थामे नहीं रहा तो हम जीवन को ही फेंक रहे हैं. ദൈവവചനത്തിലൂടെയാണ് പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ കുറവുകൾക്ക് മേൽ ദൈവം ശാസനയാകാത്ത തിരുത്തലുകൾ അയക്കുന്നത്. അതിന് തിരുത്തുവാൻ നമ്മൾ തയ്യാറാകണം. इसके लिए है प्रिय, प्रभु का वचन ही एक लौता मार्ग है. जो वचन हमारे पास आते समय में हमारे में जो भी गलत बातें होता है उसको सुधार कर सही करने का अवस्था वचन से ही होता है. അപ്പോൾ നമ്മൾ ചിന്തിക്കണേ, इसलिए जरा सोचे, പ്രബോധനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. हमें जो सुधार की बात है उसको पकड़े रखना है. പലപ്പോഴും പ്രബോധനങ്ങൾ വരുമ്പോൾ പല സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ഹൃദയം കഠിനമാക്കും. जब भी वचन आपको हमारा गुण के लिए जब वचन बोलते समय में हमारा फायदे के लिए होता है, वो ऐसा वचन जब बोलते समय में लोग उसको कठोर मन से सुनते हैं. ദൈവവചനം നമുക്ക് പ്രയോജനം തരുന്നതാണ്, നമ്മളെ ജീവനിൽ വളരുവാൻ വേണ്ടി നൽകുന്നതാണ്. നമ്മൾ ജീവനെ നഷ്ടമാക്കുന്ന നിലയിൽ നമ്മുടെ ഹൃദയം കഠിനമാക്കരുതേ. इसलिए प्रिय, प्रभु का वचन हमेशा लाभदायक होता है, हमारा फायदे के लिए होता है. ये फायदे का वचन जब हमारे लिए आते समय में हृदय को कठोर नहीं करना है बल्कि नम्र होना है. ഈ പ്രബോധനം നമ്മൾ കൈക്കൊണ്ടാലുള്ള ഒരു ഗുണം ഞാൻ ഒന്നുകൂടെ വായിപ്പിക്കാം. ये वचन जो हमें सुधारने का ये वचन को उसको अगर सही रीति से संभाल लेगा तो और एक फायदा मैं बताना चाहता हूँ. അതേ സദൃശവാക്യം 8:33 नीति वचन 8:33 Proverbs 8:33 പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പിൻ, അതിനെ ത്യജിച്ച് കളയരുത്. അപ്പോൾ നമ്മൾ ബുദ്ധിമാന്മാരായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന ഒരു കാര്യമാണ് പ്രബോധനം. Amen. पढ़ेंगे 8:33. शिक्षा को सुनो और बुद्धिमान हो जाओ. हाँ. उसके विषय में अनसुनी न करो. हाँ, तो जब शिक्षण की बातें जब आते हैं समय में ये हमें क्या करता है? बुद्धिमान बनाता है, हमारा स्तर बढ़ाता है. ऐसा स्तर बढ़ाने वाला बुद्धि की बातों को अनसुनी ना करो. പ്രിയമുള്ളവരെ, ദൈവവചനത്തിലൂടെ മാത്രമാണ് ദൈവദാസന്മാർ മറ്റുള്ളവർക്ക് സതുപദേശങ്ങൾ കൊടുക്കുന്നത്, തെറ്റുകൾ തിരുത്തുന്നത്. ആ സമയം നമുക്ക് ലഭിക്കുന്ന പ്രബോധനങ്ങളെ നമ്മൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നമ്മൾ ദൈവദൃഷ്ടിയിൽ പോഷന്മാരായി തീരുകയാണ്. तो इसके लिए जब प्रभु के दासों के द्वारा जब हमको वचन आते समय में वो हमारे जीवन का सुधार का कारण के लिए, ये सुधरने वाला वचन को जब हम लेकर सही बातें अगर हम उसको नहीं ले पाएंगे, सही करने नहीं हो रहा तो परमेश्वर के नजर में हम मूर्ख बन रहे हैं. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാണ്, നിങ്ങൾ പ്രബോധനങ്ങളെ ത്യജിച്ച് കളയരുത്. इसके लिए सुधार का विषय आते समय वचन कहता है उसको टुकराए ना. എത്രയോ പ്രാവശ്യം ദൈവമക്കളെ
നമ്മൾ കേട്ട പ്രബോധനങ്ങളെ ത്യജിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ ദുഃഖകരമായ ദുഃഖങ്ങൾ വരുത്തി വെക്കുകയുണ്ടായി. कितने बार हमारे जीवन में जब सुधरने का वचन जब हमारे पास आते समय में जिस बात को सुधारना चाहिए था उसको ना सुधारते हुए हम लोग कठोर होकर परमेश्वर का विरुद्ध जाकर गलत बातों में हम चले जाते हैं. ദൈവവചനത്തിലൂടെ പ്രബോധിപ്പിച്ചിട്ട് പ്രബോധനം കേൾക്കാതെ ദുഃഖത്തിന്റെ വലിയ നീർച്ചുഴിയിൽ വീണ പലരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. मैं बहुत लोगों को जानता हूँ कि जो प्रभु को सुधार का वचन जब उनको जीवन में आया वो सुधार कर उनको लाभ होना चाहिए था, लेकिन उन लोगों को गलत रीति से देखकर दुख वचन को गलत रीति से वचन को लेकर दुख की अवस्था में वो लोग चले गए. ऐसे बहुत लोगों को मैं जानता हूँ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പ്രബോധനം ഒരിക്കലും ത്യജിക്കരുത്. इसके लिए प्रिय जब वचन जब आते समय में वो प्रबोधन का वचन को कभी ठुकराना नहीं चाहिए. നമ്മള് സന്ദേശങ്ങൾ കേൾക്കുമ്പോഴും ആ സന്ദേശത്തിന്റെ മധ്യത്തിൽ ചിലർക്ക് വേണ്ടിയുള്ള പ്രബോധന വചനങ്ങൾ ഉണ്ടാവും. यस यस, क्योंकि हम लोग जब संदेश बोलते समय में वो संदेश कुछ लोगों के लिए सुधार के लिए, कुछ लोगों को फायदे के लिए, गुण के लिए, कुछ लोगों के लिए होता है. ഇത് കൈക്കൊള്ളാതെ വന്നാൽ और उसको हम लोग नहीं स्वीकारेंगे तो നമ്മൾ അതിന്റെ സദൃശവാക്യത്തിൽ തന്നെ 10:17 വായിക്കുമ്പോൾ नीति वचन 10:17 में हम पढ़ते हैं, പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു, ശാസന ത്യജിക്കുന്നവനോ ഉഴന്നു നടക്കുന്നു. ഉഴന്നു നടക്കുവാനുടേ नीति वचन 10:17 पढ़ेंगे. जो शिक्षा करते होता वह जीवन के मार्ग पर है, परंतु जो दास से मुंह मोड़ता वह भटकता है. हाँ, वो भटक जाता है. जो शिक्षण को नहीं स्वीकारेगा वो भटक जाएगा. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവവചനം എത്ര കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. इसलिए प्रभु का वचन कितना स्पष्ट रीति से हमें सिखाता है. ശാസന വെറുക്കുന്നവൻ ഉഴന്നു നടക്കുന്നു. जो ताड़ना को जो नहीं स्वीकारता वो भटक जाता है. അതേ പ്രിയമുള്ളവരെ, നമുക്കറിയാം സമയങ്ങളിൽ ദൈവവചനത്തിലൂടെ പ്രോത്സാഹിപ്പിച്ചിട്ടും ഇത് കൈക്കൊള്ളാതെ ഇന്ന് കൂട്ടായ്മയില്ലാതെ ആത്മീയ സന്തോഷമില്ലാതെ स्वर्गीय प्रत्याशा इलाज जीवित एतने पेर हम കാണാൻ കഴിയും. इसलिए हम देखते हैं जो प्रभु का वचन जब उनको उपस्थिति में आते समय में जो उनको सुधारना चाहिए था वो वचन को सुधारने वाला वचन को ना स्वीकार कर वो लोग धोखे में पड़कर संगति से दुख होकर दुख और निराशा में वो लोग पड़े हुए हैं. ഇന്നവർ ഉഴന്നു നടക്കുന്നു. आज वो लोग भटक रहे हैं. പ്രബോധനങ്ങളെ ത്യജിച്ചതിന്റെ ഫലം എത്ര ഭയങ്കരം. इसके लिए प्रभु की ओर से आया हुआ वचनों को उसको ठुकराने का कितना बड़ा उसका लाभ, उसका अवस्था कितना बुरा अवस्था है उनका. ഒരു വാക്യോടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. उसी के विषय में और एक वाक्य पढ़ना चाहता हूँ. അതേ വാക്യം 13:18 नीति वचन 13:18. ധാരാളം വാക്യങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ട്. इसके लिए बहुत वचने हैं, എങ്കിലും നമുക്ക് ഇത് ധാരാളം മതിയാവും. അല്ലെങ്കിൽ അതിന്റെ 13:18 പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. पढ़ेंगे 13:18. जो शिक्षा को सुनी अनसुनी करता वह निंदा होता और अपमान पाता है, परंतु जो दास को मानता उसकी महिमा होती है. आमेन. നിങ്ങൾ ശ്രദ്ധിക്കുക, जरा सोचिए आप लोग, ആരെല്ലാം ഈ ശാസനയെ അവര് സ്വീകരിച്ചിട്ടുണ്ടോ അവര് ആദരിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു, അവരിന്നും ആത്മീയ സന്തോഷത്തിൽ നിൽക്കുന്നു. जो भी ये सुधार को स्वीकारा है वो लोग आशीषित हुए हैं, उन लोगों को लाभ हुआ है, उनको आदर मिला है, अभी भी संगति में बने रहे हैं वो लोग. എന്നാൽ അവർ ഈ ശാസനയെ വെറുത്തു. लेकिन जिन लोगों ने ये ताड़ना को जिसने ठुकराया है അവർക്ക് ഈ പ്രബോധനം ഇഷ്ടപ്പെട്ടില്ല. उनको ये सुधारने का वचन जब आया उनको पसंद नहीं आया. അതുകൊണ്ട് സംഭവിച്ചു, उसके लिए वजह से क्या हो गया, അവർക്ക് ദാരിദ്ര്യവും ലജ്ജയും വരുന്നു. उनको दरिद्रता और लज्जा आया. എത്രയോ ദുഃഖകരമായ അവസ്ഥയല്ലേ. इतना दुखी अवस्था है ना. തിരുവചനം പറയുന്നത് എത്ര സത്യമാകും. परमेश्वर का वचन कितना सत्य है. അപ്പോ ദൈവവചനം ഉപദേശത്തിന് നല്ലതാണ്, परमेश्वर का वचन उपदेश के लिए अच्छा है, അത് ശാസനത്തിന് നല്ലതാണ്, वो हमारा सुधरने के लिए अच्छा है. വീണ്ടും വായിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഗുണീകരണത്തിന്. तीसरा बात क्या है, तीसरा पॉइंट पढ़ेंगे നിങ്ങൾ 16 का दूसरा उंगली छोड़ना नहीं उधर से. ആ വാക്യം നിങ്ങൾ എപ്പോഴും ഓർക്കണേ. അത് അവിടെ കൈ മാറ്റുന്നതും ദൈവത്തിൽ അപേക്ഷിക്കുക. नीति शिक्षा नहीं वो चौथा है. तीसरा पॉइंट ഗുണീകരണത്തിന്. फिर से बोलेंगे सुधारने के लिए. ओके, सुधारने के लिए ഇവിടെ നമ്മൾ വായിക്കേണ്ടത് ഗുണീകരണം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകുന്നവനെ യഥാസ്ഥാനത്താക്കുന്ന വചനമാണ്. यानी कि इधर सुधारना मतलब क्या है, जो लोग भटक गए, गलत रीति से चले गए, उनको वापस सही रास्ते में लेकर आने का सुधारना. നിങ്ങൾ ആ വാക്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറയാൻ ഉത്സാഹിക്കണേ. इसके लिए आप ओके, आप वो वचन को सही रीति से बोलने के लिए उत्साह रखना. അപ്പോൾ ഹല്ലേലൂയ, മൂന്നാമത്തെ ദൈവവചനത്തിന്റെ പ്രയോജനത്തെ കുറിച്ച് പറയാണ്, അത് ഗുണീകരണത്തിന് നല്ലതാണ്. तीसरा हमने पढ़ा वो हमारे सुधारने के लिए है.
ദൈവവചനം തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ശരിയായ മാർഗം ഏതാണെന്ന് കൂടെ നമുക്ക് കാണിച്ചു തരും. यानी कि हम लोग जब गलत रीति से हो जाएंगे तो वो गलत को छोड़कर सही बात क्या है वचन हमें सिखाता है. ഒന്നുകൂടെ പറയാം. एक और बार मैं बताता हूँ. ദൈവവചനം परमेश्वर का वचन നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ हमारा गलतियों को जब बताता है उंगली दिखा के समय में, അതേ സമയത്ത് തന്നെ उसी समय में ശരിയായ മാർഗം ഏതാണെന്ന് കൂടെ കാണിച്ചു തരും. सही मार्ग क्या है वही वचन बताएगा. അപ്പോൾ തെറ്റ് നമ്മളെ മനസ്സിലാക്കിയ മാത്രമല്ല ശരിയായ ദിശയിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നോട് നമുക്ക് ഉപദേശിച്ചു തരും. तो वचन हमें जब हम जो गलत कर रहे हैं केवल वो बात ही नहीं बताता बल्कि हम उसको सही भी क्या करना है वो बात भी वचन बताता है. ഉദാഹരണത്തിന് ഒരു വാക്യം വായിപ്പിക്കാം. उदाहरण के लिए बताना चाहता हूँ. എഫേസ്യർ 4:28. एफेसियों 4:28. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. ഇതിനകത്ത് രണ്ട് കാര്യവും കാണാം. 4:28 पढ़ेंगे. चोरी करने वाला सिर्फ चोरी न करे, हाँ. वरन भले काम करने में अपने हाथों से परिश्रम करे. देखो यहाँ पर दोनों बातें बोला है. वो चोर का गलती भी बताया और क्या करना चाहिए वो भी बताया है. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഇവിടെ ഒരു ശാസനയും അവിടെ ഗുണീകരണവും കാണാൻ तो കഴിയും. यहाँ पर वहां पर एक ताड़ना भी है और उसको गुण की बात है यानी कि सही सुधारना वाला बात भी बताया है. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ള കള്ളൻ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, കക്കാൻ പാടില്ല. अभी चोर क्या करना चाहिए, चोरी नहीं करना चाहिए. അത് ശാസനയാണ്. वो एक बोलो वो उसको सुधार रहा है, उसका गलती बताया उसको. ഇത് ഗുണീകരണം എന്താണ്? अभी और उसको लाभ का बात क्या है, മുട്ടുള്ളവന് ദാനം ചെയ്യാൻ നീ എന്ത് ചെയ്യണം, നീ കൈകൊണ്ട് നല്ലത് പ്രവർത്തിക്കണം. दूसरों के लिए भला करने के लिए तू खुद अपने हाथों से काम करना. Praise the Lord. Amen. കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. आप लोगों को वचन समझ में आ रहा है ना. ദൈവവചനത്തിന്റെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ഉത്സാഹികളായിരിക്കണം. प्रभु का वचन को हमारा व्यक्तिगत जीवन में अनुभव में लाने के लिए कितना हमें उत्साह में रहना है. എന്നിട്ട് മൂന്നാമത് പറയുകയാണ്, तीसरा അല്ല നാലാമത് പറയുകയാണ്, चौथा हम देखते हैं നീതിയിലെ അഭ്യാസനത്തിന്. नीति का चौथा पॉइंट शिक्षा के लिए, फिर से बोलेंगे. धार्मिकता की शिक्षा, धार्मिकता की शिक्षा के लिए. प्रेज द लॉर्ड. थैंक यू. അപ്പോൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാല് ദൈവത്തിന് മുമ്പിൽ ശരിയായ ജീവിതം എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ദൈവവചനമാണ്. यानी कि परमेश्वर के नजर में हम कैसा सही रीति से जीना चाहिए वो भी बता के देता है परमेश्वर का वचन. ശ്രദ്ധിക്കുക, ध्यान से समझना. ഒരു യഥാർത്ഥ ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഭക്തിയുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാൻ ആവശ്യമായ വസ്തുക്കളെ തിരഞ്ഞുപിടിച്ച് നമുക്ക് പ്രദാനം ചെയ്യും. तो इसके लिए हमें एक सच्चा धार्मिकता का रास्ते में अगर चलने के लिए अगर हम इच्छा रखते हैं तो परमेश्वर का वचन है जो हमको अभ्यास देकर सही रीति का तौर तरीका समझाकर सिखाकर धार्मिकता का रास्ते में कैसा चलना चाहिए वो सही मदद और हथियार हमको देता है. ഈ വചനമാണ് നമ്മളെ പരിപക്വതയിലേക്ക് നയിക്കുന്നത്. क्योंकि ये वचन है हमको परिपूर्णता में पहुंचाता है. നമ്മൾ പുരുഷത്വമുള്ളവരായി പുരുഷത്വത്തിലേക്ക് വളരുന്നത് ശൈശവാവസ്ഥയിൽ നിന്നും പുരുഷത്വത്തിലേക്ക് വളരുന്നത് വചനത്തിലൂടെയാണ്. क्योंकि एक बचपना से हटकर पुरुष पद तक पहुंचने का जो बचपना को छोड़कर सिद्धता पर पहुंचने के लिए मदद करता है प्रभु का वचन. നമ്മൾ സത്പ്രവർത്തികൾക്ക് കൊള്ളാവുന്നവരാക്കി തീർക്കുന്നത് ഈ വചനത്തിലൂടെയാണ്. हमें भले कार्यों के लिए तत्पर तैयार करके रखता है ये वचन. നമുക്കറിയാം, നമ്മള് 1 പത്രോസ് 2:2 വായിക്കുമ്പോൾ पहला पत्रोस 2:2 में हम पढ़ते हैं, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എന്ന് പറഞ്ഞാല് ഈ നമ്മൾ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഈ വചനം നമ്മൾ ധാരാളമായിട്ട് പ്രാപിക്കണം. अभी जन्मे हुए बच्चों के समान शुद्ध और निर्मल दूध को हम लोग प्राप्त करें ताकि हम लोग उद्धार के लिए हम बढ़ सके. यानी कि अगर बच्चेपन की अवस्था से हटकर बढ़ोतरी अगर पाना है तो वचन को जरूरी है. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഈ വിഷയങ്ങളിൽ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. इसके लिए एक एक दिन जो भी बात हम पढ़ते हैं जो सीखते हैं वो सब बातों को अच्छी तरह से मजबूती में ग्रहण करके उसको अपनाना है. അപ്പോഴാണ് നമുക്ക് സത്പ്രവർത്തികളിൽ നമുക്ക് ഉത്സാഹികളായിരിക്കാൻ കഴിയുന്നത്. तभी तो हम लोग भले कार्यों के लिए उत्सुकता में रह पाएंगे. നമ്മൾ സൽപ്രവർത്തികൾക്കായിട്ട് വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. हम लोग भले कार्य के लिए हम सिरजे गए, उसके लिए हमारा उद्धार हुआ है. അതേ 2 തിമോത്തി 3:15 പ്രത്യേകം എടുത്തു പറയുന്നത് ഇങ്ങനെയാണ്. दूसरा तिमोथी 3:15 में हम ऊपर का वाक्य पढ़ते समय में, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. तूने 15 पढ़ेंगे. दूसरा तिमोथी 3:15. और बचपन से पवित्र शाला से जाना हुआ है, हाँ. जो तुझे मसीह पर विश्वास करने से उद्धार प्राप्त करने के लिए बुद्धिमान बना सकता है. ओके 14 पढ़ना. 14. परंतु तू उन बातों पर जो तूने सीखी है हाँ. और विश्वास किया है
हाँ बस यही करेक्ट है। 14 है, तुमने जो तूने सीखा है उस पर तू दृढ़ बना रहे। അപ്പോൾ മലയാളത്തിൽ 15 हाँ, हिंदी में वो 14 है, मलयालम में 15 है। നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. तूने जो सीखा है और जो विश्वास प्राप्त किया है उस बातों में तू दृढ़ बने रहे। ദൈവമക്കളെ, ദൈവത്തിന് നമ്മളോടുള്ള സകല ഇടപാടുകളും ഈ തിരുവചനത്തിലൂടെ. आमीन। देखो प्रभु का जो भी कार्य हमसे लेन देन का विषय का जो भी कार्य आता है वो सब प्रभु वचन के द्वारा ही करेगा। നമുക്ക് ആത്മീയ നിലയിൽ വളരണമെന്നുണ്ടെങ്കിൽ, अगर हमको आत्मिक विषय में बढ़ोतरी पाना है तो ഈ ദൈവവചനത്തിന്റെ ആഴമായ ഒരു ഇടപെടൽ നമുക്ക് ഉണ്ടായിരിക്കണം. प्रभु का वचन का एक गहरा कार्य हमारे अंदर का कार्य हमारे अंदर होना जरूरी है। നമുക്ക് എല്ലാ കാര്യത്തിന്റെയും അളവുകോൽ പോലും ഈ ദൈവത്തിന്റെ വചനം. क्योंकि हर बातों का जो नाप करने वाला जो नापदंड है, जो नापतोल है, वो भी प्रभु का वचन है। നിത്യതയിലും ഈ വചനം കൊണ്ട് തന്നെ അളക്കാൻ പോകുന്നത്. और अनंतता में भी जो बात से प्रभु नापेगा वो प्रभु का वचन से होगा। അതുകൊണ്ടാണ് ദൈവമക്കളെ ഈ വചനത്തോട് നമുക്ക് കൂടുതൽ പ്രതിപത്തി വേണ്ടത്. इसके लिए हमें वचन के साथ ज्यादा दिलचस्पी और प्रिय का मन होना चाहिए, जरूरी है। കാരണം ദൈവത്തിന് തന്നെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നതും ഈ വചനത്തിലൂടെയാണ്. क्योंकि प्रभु भी अगर अपने आप को प्रकट कर सकता है वो वचन के द्वारा है। നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1 ശമൂവേൽ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ശമൂവേലിന്റെ അനുഭവത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. आप लोगों को शमूएल का बात आपको याद रहेगा क्या मालूम नहीं, लेकिन पहला शमूएल 3:7 में वहां पर उसका अनुभव बताता है। പിന്നെ 1 ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വരിക. पहला शमूएल 3:7 में आना सब लोग। ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. അപ്പോൾ വചനം വെളിപ്പെട്ട് കിട്ടാതെ നമുക്ക് ഒരിക്കലും കർത്താവിനെ അറിയാൻ കഴിയില്ലെന്നാണ് ഈ വചനം പറയുന്നത്. 3:7 पढ़ेंगे। उस समय तक शमूएल यहोवा को नहीं पहचानता था और न यहोवा का वचन ही उस पर प्रकट हुआ था। देखो, यानी कि जब तक प्रभु का वचन उसके सामने नहीं होता था तब तक यहोवा कौन है उसको प्रकट होने का अवस्था उसको नहीं था। അപ്പോൾ നമുക്ക് യഹോവയെ അറിയാൻ ഉത്സാഹിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? तो अभी यहोवा को जानने के लिए उत्साह रखो बोला तो, दिलचस्पी रखो बोला तो उसका मतलब क्या है? നമ്മൾ ഇതിനു മുൻപ് ഹോശേയ 6:3 വായിച്ചല്ലോ. हम लोग इसके पहले होशेया 6:3 में भी हमने पढ़ा था, യഹോവയെ അറിയാൻ ഉത്സാഹിക്കുക. यहोवा को जानना उत्साह रखो। അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് കർത്താവിനെ അറിയാൻ കഴിയുക? आज हम प्रभु को कैसा जानेंगे? പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിലൂടെ, ये वचन के द्वारा, ഈ ദൈവവചനത്തിലൂടെയാണ് നമ്മൾ കർത്താവിനെ അറിയുന്നത്. ये प्रभु का वचन के द्वारा है हम प्रभु को और भी गहराई से जान सकते നമ്മൾ हैं। ഈ വചനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ കർത്താവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധമുണ്ടാവും. इसके जब इस वचन से जब हम गुजरते समय में हमारा प्रभु के साथ का गहरा रिश्ता में हम प्रवेश करते हैं। നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് ആത്മാവിൽ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം പോലെ നമ്മൾ കേൾക്കുന്നത് ഈ വചനത്തിലൂടെ. आमीन। इसके लिए जब आत्मा में चलते समय में प्रभु का बातें हम कैसा सुनते हैं? वचन के आधार पर है। അപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തി തരുന്നതും ഈ വചനത്തിലൂടെ. और प्रभु अपने आप को प्रकट करके देता है वचन के द्वारा। ശമൂവേലിന് കർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ പ്രകാശനം എങ്ങനെയാ കിട്ടിയേ? शमूएल को प्रभु के बारे में ज्यादा जानकारी, प्रभु के बारे में और जानने का अवस्था कारण कैसा बना? യഹോവയുടെ വചനത്തിലൂടെ. यहोवा के वचन के द्वारा। നമുക്ക് വേണേ 21-ാം വാക്യം വായിക്കാം. उसी 3:21 भी पढ़ेंगे। पहला शमूएल 3:21। ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. അപ്പോൾ വചനത്താലാണ് വെളിപ്പെട്ടത്. 21 पढ़ेंगे। और यहोवा ने शीलो में फिर दर्शन दिया, क्योंकि यहोवा ने अपने आप को शीलो में शमूएल पर अपने वचन के द्वारा प्रकट किया। उधर एक्चुअली बार बार प्रकट किया आना चाहिए, वचन के द्वारा बार बार प्रकट हुआ। അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം, तो इधर मैं आप लोगों को बताना चाहता हूँ एक बात को। നമ്മള് ഇപ്പൊ ഈ ബുദ്ധിയിൽ നമ്മൾ ദൈവത്തിന്റെ വചനം എത്രയെല്ലാം വായിച്ചെന്നാലും നമുക്ക് കർത്താവിനെ ശരിക്കും തിരിച്ചറിയാൻ കഴിയില്ല. अगर हम अपना बुद्धि या अपना समझ में काबिलता से अगर प्रभु के वचन को पढ़ कर रखेंगे तो भी उसमें हम प्रभु को पहचान नहीं पाएंगे, समझ नहीं पाएंगे। ഈ വചനം വായിക്കുമ്പോഴും ദൈവം നമുക്കത് പ്രകാശിപ്പിച്ച് തരണം. यस, क्योंकि हम जब ये वचन को पढ़ते समय में प्रभु ही है जो हमें उसका वचन का प्रकटीकरण, उसका प्रकाश देना चाहिए। അപ്പോൾ ഈ വചനം നമ്മൾക്ക് എത്തി, ആ വചനത്തിലൂടെയുള്ള പ്രകാശനം കൂടെ ദൈവം നമുക്ക് പകരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കുറിച്ച് കൂടുതൽ ശരിക്കും മനസ്സിലാക്കാൻ तो इसके लिए वचन जब पढ़ते समय में उसका प्रकाश जब प्रभु हमको देगा तभी हम प्रभु को और गहराई से जान सकते हैं। ഞാൻ ഒരു उदाहरण പറയാം. एक उदाहरण मैं देना चाहता हूँ। പിന്നെ കർത്താവിനോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ 5-ാം അധ്യായം 39-40 വാക്യം. യോഹന്നാൻ का पुस्तक 5वां अध्याय उसका 39 and 40। അന്നുണ്ടായിരുന്ന ശാസ്ത്രിമാരും പരീക്ഷന്മാരും തിരുവഴുത്തിൽ നല്ല ന്യായപ്രമാണത്തിൽ നല്ല അറിവുള്ളവരായിരുന്നു. उस समय के
देखिएगा फरीसी और शास्त्री लोग व्यवस्था यानी कि उन दिनों में पुराने नियम का वचन को जो भी था वो लोग अच्छी रीति से पढ़कर ज्ञानी हो गए लोग थे वो लोग। അവരോട് കർത്താവ് പറയുന്നത്, ऐसे लोगों को प्रभु कहता है നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. पढ़ेंगे 13 यूहन्ना 5 का 39-40। അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. तो एक बात हमें खास बात समझना है, നമ്മൾ ഈ വചനം അറിയുമ്പോൾ തന്നെ ദൈവം നമുക്ക് ആ വചനത്തിന്റെ പ്രകാശനം നൽകുന്നില്ല എങ്കിലും നമുക്ക് വളരുവാൻ കഴിയില്ല. तो ये वचन भले हम पढ़ रहे हैं लेकिन उसका प्रकाश अगर प्रभु खुद नहीं दे रहा है तो हम ये वचन में बढ़ नहीं पाएंगे। വചനത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണം. क्योंकि वचन की बातों में जो अद्भुत बातें छुपा है, जो अनमोल रत्न जो उसमें है, वो बातें समझने के लिए भी प्रभु हमको प्रकाश देकर चलाना चाहिए। प्रभु ही है जो हमारा आंखों को खोलता है। നമുക്കറിയാം പൗലോസ് നല്ല ഒരു പരീക്ഷനായിരുന്നു. हम जानते हैं पौलुस जो एक बहुत बड़ा फरीसी था, തനിക്ക് ന്യായപ്രമാണമൊക്കെ നല്ലതുപോലെ അറിയാം, व्यवस्था उसको आंख बंद करके सब कुछ मालूम था, എങ്കിലും കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. लेकिन तभी तक वो प्रभु को जाना नहीं। അതുകൊണ്ടാണ് ഗലാത്യർ 1:15 വായിക്കുമ്പോൾ, इसलिए गलतियों का पुस्तक 1 का 15-16 जब पढ़ते समय में, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ പ്രസാദിച്ചു. അപ്പോൾ എനിക്ക് പിതാവ് പുത്രനെ വെളിപ്പെടുത്തി തന്നു. हमें पढ़ेंगे 15-16 गलत परमेश्वर की जिसने मेरी माता के गर्भ में से मुझे ठहराया हाँ। और अपने अनुग्रह से बुलाया, जब इच्छा हुई कि मुझ में अपने पुत्र को प्रकट करे कि हाँ। अन्य जातियों में उसका सुसमाचार सुनाऊं। बस उधर लिखा है जब प्रभु को इच्छा हुआ मुझको पुत्र प्रकट करके देने के लिए, यानी कि परमेश्वर को इच्छा हुआ पौलुस के जीवन में पुत्र को प्रकट करके देने के लिए, तब तक पौलुस को प्रकट नहीं हुआ था। आमेन। ഈ പ്രകാശം കൂടി ആത്മാവിൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ, ये प्रकटीकरण, ये प्रकाश का जो बात है, अगर ये आत्मा में हमको मिल जाने के बाद ഈ ദൈവവചനത്തിന്റെ വിലയുടെ ആഴം മനസ്സിലാവും. तभी हम लोग प्रभु का वचन का जो मूल्यता है, जो कितना कीमती है, वो बात का गहराई हमको समझ में आएगा। ഇനി ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. अभी मैं आप लोग को बात बताना चाहता हूँ। നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നില്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? हम वास्तव में हम प्रभु से प्रेम करते हैं कि नहीं, ये बात कैसे बता सकते हैं हम? ഇതെല്ലാം വചനത്തിലൂടെയാണ് നമുക്കറിയുന്നത്. ये सब वचन के द्वारा हम जानते हैं। നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. इसे ध्यान से समझना। യോഹന്നാന്റെ സുവിശേഷം 14-15 വാക്യമായിരിക്കുമ്പോൾ യോഹന്ന का सुसमाचार 14 का 15, जॉन 14:15, ഇവിടെ കർത്താവ് പറയാണ്, इधर प्रभु कहता है നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. यदि 14 का 15 पढ़ेंगे। യോഹന്ന का यदि तुम मुझसे प्रेम रखते हो तो मेरी आज्ञाओं को मानोगे। हाँ, അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ പ്രമാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം. यदि अगर प्रभु के आज्ञाओं को यानी कि वचनों को अगर हम मान रहे हैं तो मतलब हम प्रभु से प्रेम कर रहे हैं, उसका अर्थ वैसा निकलता है। അപ്പോൾ നമ്മൾ അതിന്റെ 21 വാക്യം വായിക്കുമ്പോൾ, उसी का 21वां वाक्य में भी हम पढ़ते हैं, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പം ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടുവാനുള്ള ഒരു മാധ്യമവും നമ്മൾ ഈ വചനത്തെ പ്രമാണിക്കുന്നതാണ്. यस तो पढ़ेगा 14 का 21। जिसके पास मेरी आज्ञाएं हैं और वो उन्हें मानता है, वही मुझसे प्रेम रखता है, और जो मुझसे प्रेम रखता है उससे मेरा पिता भी प्रेम रखेगा, और मैं उससे प्रेम रखूंगा और अपने आप को उसे प्रकट करूंगा। हाँ, तो यानी कि जो वचन को मानेगा उसका अवस्था क्या होगा? प्रभु उसको बार बार प्रकट करते रहेगा। അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളോട് അനുശാസിക്കുന്നത് പ്രമാണിക്കുവാനുള്ള ഒരു ഒരുക്കം, ഒരു നിർണയം നമുക്ക് എപ്പോഴും ഉണ്ടായി. इसलिए प्रभु का वचन जब हमारे गुण के लिए, हमें फायदा करने के लिए, हमें डांटने के लिए जब आते समय में उसको स्वीकार कर, वो वचन को वैसे ही स्वीकारने का मन हमारे अंदर होना जरूरी है। ഇവിടെ ദൈവവചനവുമായിട്ട് ഇന്ന് നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ ആ വചനത്തിൽ നിൽക്കുന്നതിൽ, ആ വചനം പ്രമാണിക്കുന്നതിൽ നമുക്ക് എത്രമാത്രം ഉത്സാഹം
ഉത്സാഹമുണ്ട്. इसलिए प्रभु का वचन को मानने के लिए, उसको उत्साह रीति से पूरा करने के लिए वो उत्साह हमारे अंदर कितना है. ഞാൻ അതിന്റെ 23 24 ആദ്യ ഭാഗം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. उसी യോഹന്ന का सुसमाचार 14 अध्याय 23वां वाक्य और 24 का शुरुआत में हम पढ़ते हैं. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. पढ़ेंगे 23-24. यीशु ने उनको उत्तर दिया, यदि कोई मुझसे प्रेम रखेगा तो वह मेरे वचन को मानेगा और मेरा पिता उससे प्रेम रखेगा और हम उसके पास आएंगे और उसके साथ वास करेंगे. और 24 का शुरुआत भी. जो मुझसे प्रेम नहीं रखता वह मेरे वचन नहीं मानता. बस बस बस. അപ്പോൾ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വചനം പ്രമാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. तो एक विश्वासी प्रभु से प्रेम करता है कि नहीं, उसका आधार क्या है, वो वचन को मानता है कि नहीं, उस आधार पर है. जितना वचन को मानता है मतलब वो प्रभु से प्रेम करता है, वचन को नहीं मानता मतलब प्रभु से प्रेम नहीं करता. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവവചനത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. इसीलिए तो प्रभु का वचन के आधार पर ही एक एक बातें आप लोग को सिखाया जाता है. കാരണം ഈ വചനമാണ് പ്രിയമുള്ളവരുടെ അതിന്റെ അളവുകോൽ. क्योंकि ये वचन है वो प्रभु के विषय में बढ़ने का नापतोल. നമ്മൾ ഇന്നലെ കണ്ടല്ലോ തൂക്കട്ടയെ കുറിച്ച്, उलंबा. वो कल हमने उलंबा के विषय में एक शब्द देखा था, जो दीवार को मापने, दीवार का सीधाई को मापने के लिए एक माप था उलंबा करके. നമ്മള് യഥാർത്ഥമായിട്ടും സൗൽ യാ ഉളമ്പ, സൗൽ എന്ന് പറയും. അപ്പോൾ നമ്മള് മറാഠിയിലാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചനത്താൽ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ കെട്ടുപണി. इसके लिए हमेशा प्रभु के वचन के आधार पर होना चाहिए हमारा बांधने का कार्य के विषय में बढ़ोतरी. അപ്പൊ നമുക്കറിയാം, കർത്താവ് തന്നെ തന്റെ ജീവിതത്തിൽ പിതാവുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ആധാരം പറഞ്ഞിരിക്കുമ്പോൾ നമ്മളോടും പറഞ്ഞിരിക്കുന്നത് അതേ വ്യവസ്ഥയാണ്. तो हम जानते हैं कि पिता ने पुत्र को जिस आधार पर विषय पर बढ़ोतरी का विषय बोला गया था वही सेम आधार व्यवस्था हमें भी दिया है. വളരെ ശ്രദ്ധിക്കുക, ध्यान से समझना. ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ये वाक्य को ध्यान से समझना है. യോഹന്നാൻ 15:10. യോഹന്നാൻ 15:10. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. ഈ പോലെ എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. पढ़ेंगे. यदि तुम मेरी आज्ञाओं को मानोगे तो मेरे प्रेम में बने रहोगे, जैसा कि मैंने अपने पिता की आज्ञाओं को माना है हाँ. और उसके प्रेम में बना रहता हूं. जैसा कि मैंने माना, ये शब्द को ध्यान से समझना. जैसा कि प्रभु ने माना है वैसा हमें भी करना है, प्रभु की बातों को मानना है. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാത്തിലും മാതൃക നമ്മുടെ കർത്താവാണ്. क्योंकि हमारे लिए सब बातों का आदर्श हमारा प्रभु है. അപ്പോൾ ആ കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. हाँ, तो वहाँ पर प्रभु क्या कहते हैं, जिस तरह मैंने मेरे पिता का वचनों को मानकर जिया उसी तरह तुम भी क्या करना. എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. यदि तुम मेरे आज्ञाओं को मानोगे तो तुम मेरे प्रेम में बसोगे. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? इसलिए क्या वास्तव में हम प्रभु से प्रेम करते हैं क्या? നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ അറിയുന്നുണ്ടോ? क्या हम लोग वास्तव में प्रभु को जान रहे हैं क्या? ഇത് എങ്ങനെ മനസ്സിലാവും? ये कैसा मालूम पड़ेगा? അതെ, ദൈവവചനത്തെ അനുസരിക്കുന്ന പ്രമാണിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. प्रभु का वचन को मानना, उसको आज्ञा में लाना उसके आधार पर है. അങ്ങനെ തന്നെയാണോ? ऐसा ही हो रहा है क्या? ഒന്നുകൂടെ ഞാൻ വെളിപ്പെടുത്തരാം. उसको और प्रकट करके देना चाहता हूँ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 3-4 വാക്യം. पहला യോഹन्ना 2 अध्याय 3 और 4. വളരെ ഗഹനമായ വാക്യമാണ്. बहुत ही गहरा वाक्य है. पहला യോഹन्ना 2 अध्याय 3 और 4. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അപ്പോൾ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തെളിവാണ് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്നുള്ളത്. जो प्रभु को जान लेना मतलब कैसा होगा? उनको वचनों को पालन करने वाला व्यक्ति प्रभु को जान लिया है. നമ്മൾ ശ്രദ്ധിക്കണേ, इसलिए हमें एक बात समझना है, എത്ര ഗഹനമാക്കിയുള്ള ആ വചനം. कितना गहरा है वो वचन. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. हाँ, उसका 3 और 4 पढ़ेंगे. അത് മൂന്നാമത്തെ सॉरी, तीसरा वाक्य खाली. हाँ, तीसरा वाक्य खाली. यदि हम उसकी आज्ञाओं को मानेंगे तो इससे हम जान लेंगे कि हम उसे जान गए. हाँ, हम उनको जान गए हैं. उनको वचन का पालन करने के आधार पर हमें मालूम पड़ता है. അപ്പോൾ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കാതെ ഞാൻ കർത്താവിനെ അറിയുന്നു എന്ന് പറയുന്നത് എത്ര കള്ളമല്ലേ. तो प्रभु का आज्ञा को पालन नहीं कर रहा और बोल रहा है मैं प्रभु को जानता हूँ बोलना, वो कितना झूठ है ना. അതാണ് 4-ാം വാക്യം പറയുന്നത്. वही तो वाक्य 4 कहता है. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. 3 का 4, उसका 4 पढ़ेंगे. 2 का 4. जो कोई यह कहता है मैं
അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ വ്യക്തി കള്ളനാണോ അതോ യഥാർത്ഥ സത്യവാനാണോ എന്നറിയാനുള്ള കാരണം. हाँ, तो एक विश्वासी सच्चा विश्वासी है, झूठा विश्वासी है, उसका आधार क्या है? वचन को मानता है कि नहीं, उस आधार पर हम बोल सकते हैं वो विश्वासी सच्चा है क्या झूठा है. ഇതൊക്കെ നമ്മൾ എത്ര ഗൗരവമായി മനസ്സിലാക്കണം. ये हम लोग कितना गंभीर रीति से ये बातों को समझना है प्रियो. ഈ വചനങ്ങൾ നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ അറിഞ്ഞേനെ? अगर ये वचनों को अगर हमें मिला नहीं होता तो हम सत्य में चल रहे कि नहीं कैसे मालूम पड़ता था. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരുവൻ മാത്രമേ കർത്താവിന്റെ വചനം പ്രമാണിക്കാൻ ഉത്സാഹിക്കുകയുള്ളൂ. आमेन. जो प्रभु से प्रेम करता है वही प्रभु का वचन को मानने के लिए उत्साह रखेगा. ഇന്നും കർത്താവിനെ അറിയാത്തതുകൊണ്ട് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിൽ വളരാത്തതുകൊണ്ട് ചെറിയ ചെറിയ കാര്യം പറഞ്ഞ് കൂട്ടുവിശ്വാസികളെ പഠിക്കുന്ന കൂട്ടായ്മയിൽ നിന്നും വിട്ടു നിൽക്കുന്ന എത്രയോ പേരെ കാണാൻ കഴിയും. അവർ കർത്താവിനെ അറിയുന്നില്ല. आज कितने लोग हैं जो प्रभु को सही रीति से नहीं जानने की वजह से, प्रभु को पूर्ण रीति से प्रेम ना करने की वजह से छोटा छोटा विषय आया तो आसपास के भाइयों से झगड़ा कर गुस्सा कर लोग दूर भाग जाते हैं. उससे मालूम पड़ता है ना वो लोग सत्य में बने नहीं है करके. അതിന്റെ 5-ാം വാക്യം എന്താ പറയുന്നത്? वही पहला यूहन्ना 2:5 में देखो क्या लिखा है. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായും തികഞ്ഞിരിക്കുന്നു. आमेन. पढ़ेंगे 2:5 का शुरुआत का भाग. आमेन. जो कोई प्रभु का वचन को मानता है, उसको थामे रखता है, वो परमेश्वर का प्रेम में सिद्ध हो चुका है. എന്നിട്ട് പറയാണ് നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. उसका आगे पढ़ना. आमेन. हम जान गए कि हम उसमें हैं. ഇന്നും നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലാണോ അതോ ഇന്നും പാപത്തിന്റെ അടിമയായി മരണത്തിന്റെ അടിമയായി ജീവിക്കുകയാണോ? तो आज भी हम लोग वास्तव में प्रभु के उपस्थिति में है या कोई मृत्यु के पाप के अधीन में दबकर मृत्यु में है? ഇന്ന് നമ്മൾ നിത്യജീവനെ പ്രാപിച്ചവരാണോ? क्या आज भी हम लोग अनंत काल का जीवन प्राप्त किए हुए लोग हैं क्या? യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണോ? क्या वास्तव में उद्धार पाए हुए लोग हैं क्या? ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ? ये हमें समझना है. ഇത് നമ്മൾ തിരിച്ചറിയണം. ये हमें जानना है. ചിലർക്ക് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്തെല്ലാം കോപമാണെന്നറിയാമോ? कुछ लोगों को वचन सुनते सुनते पता नहीं कितना गुस्सा आया रहेगा. നിനക്കറിയാമോ? കോപം കൊണ്ടുവരിക, നിരാശ കൊണ്ടുവരിക, ഇതെല്ലാം ശത്രുവിന്റെ പണികളാ. प्रियो, वचन सुनते समय में गुस्सा होना, निराश होना, दुखी होना, ये कौन करता है? शत्रु करता है, शैतान करता है. അല്ലെ? ഇപ്പം പിന്നെ ദാവീദിനെ കുറിച്ച് ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് സ്ത്രീകൾ പാടിയ ഉടനെ തന്നെ ശൗലിന്റെ उल्ल എന്തുണ്ടായി? അവനെ കുറിച്ച് നീരസമുണ്ടായി, അവന് കോപമുണ്ടായി. देखो, जब शाऊल राजा और दाऊद यात्रा करते समय में उधर के यरूशलेम की स्त्रियों ने क्या गवाही दिया? शाऊल ने तो सिर्फ 1000 लोगों को मारा है, लेकिन दाऊद ने तो 10,000 लोगों को मारा है. ये संगीत जब यरूशलेम की स्त्रियां गाते समय में शाऊल को कितना निराशा हुआ और दाऊद के खिलाफ मारने के लिए गुस्सा का आरंभ उधर से हुआ. ചിന്തിക്കണം. जरा सोचिए. അവര് പാടിയപ്പോൾ അതിന്റെ എത്രമാത്രം ഭയങ്കരമായ ഒരു എഫക്റ്റ് ആണ് ഈ ശൗലിൽ രൂപം കൊണ്ടുവന്നത്. वो सिर्फ उन्होंने सिर्फ एक गीत गाया है, लेकिन उसका परिवर्तन देखो कितना बड़ा कार्य शाऊल के अंदर हुआ. ദാവീദ് ഒന്നും ചെയ്തില്ല. दाऊद बेचारा कुछ भी नहीं किया. എന്നാൽ ദാവീദിനെ ഒരു ശത്രുവിനെ പോലെ ശൗൽ ഇപ്പോൾ കാണുക. लेकिन दाऊद को तू मेरा शत्रु है बोलकर इस तरीके से शाऊल उसको देखने लगा. ദാവീദിനോട് അവന് അസൂയ ഉണ്ടായി. वो दाऊद के ऊपर उसको ईर्ष्या आने लगा. നോക്കണേ, जरा सोचिए. എന്തെങ്കിലും ദാവീദ് ചെയ്തോ? उसके लिए दाऊद ने कुछ भी उसके खिलाफ किया क्या? ഇപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ അറിയിക്കുമ്പോൾ നമ്മുടെ പോസ്റ്റ്മാന്റെ കാര്യം ദൈവം പറഞ്ഞത് പറയാൻ പറഞ്ഞു, നമ്മൾ അത് അറിയിക്കുന്നുള്ളൂ. എന്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ഒരു അവസ്ഥ അറിഞ്ഞോളൊന്നും പറയല്ല. इसलिए प्रियो, प्रभु का वचन जब आते समय में मैं एक पोस्टमैन हूँ, यानी कि एक खत देने वाला व्यक्ति हूँ. प्रभु का वाणी मुझ में आया, वही सेम टू सेम वाणी मैंने आपको बताया. इसलिए मेरे प्रिय भाई बहनों, आपका घर का अवस्था मैं जानकर कुछ बता रहा नहीं हूँ, बल्कि प्रभु ने जो बताया वही मैंने बताया. ഈ നാടുകളിൽ എങ്ങും വിസിറ്റോടെ ചെയ്യുന്നില്ല. इन दिनों में तो मैं विजिटिंग भी नहीं कर रहा. ആരും വന്ന് നമ്മളൊന്നും പറയാറില്ല. और कोई मुझे आकर कुछ बताता भी नहीं है. ഫോണിലും ആരും വിളിച്ച് പറയാം. फोन में भी कोई कुछ बोलता नहीं है. ഒരു കാര്യം മനസ്സിലാക്കണം. लेकिन एक बात समझना, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ അറിഞ്ഞ് ദൈവം നിങ്ങളോട് സംസാരിക്കുക. फिर भी आपका जीवन को जानकर प्रभु अब आपसे बात कर रहा है. എന്റെ ദൈവമക്കളെ, ഇന്ന് നമ്മൾ പരിശോധിക്കണം. इसलिए प्रिय, अपने आप को जांचे. ഇന്ന് നമുക്ക് ദൈവവചനം പ്രമാണിക്കാനുള്ള ഉത്സാഹമുണ്ടോ? आज प्रभु का वचन को मानने के लिए उत्साह है क्या? നമുക്ക് മറ്റുള്ളവരുടെ യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? दूसरों को पूर्ण रीति से प्रेम करने का मन है क्या? ഇല്ലെങ്കിൽ नहीं तो ഈ വചനം തന്നെ എന്നാ പറയുന്നത്? ये वचन क्या कहता है? അതേ 1 യോഹന്നാൻ 3:14-15. पहला यूहन्ना 3:14-15. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാവുന്നു.
യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. पढ़ेंगे पहला यूहन्ना 3 का 14 और 15। हम जानते हैं कि हम मृत्यु से पार होकर जीवन में पहुंचे हैं, हाँ। क्योंकि हम भाइयों से प्रेम रखते हैं, मैं जो प्रेम नहीं रखता और मृत्यु की दशा में रहता है। जो कोई अपने भाई से बैर रखता है वो हत्यारा है। अब तुम जानते हो कि किसी हत्यारे में अनंत जीवन नहीं रहता। അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ വചനമാണ് നമുക്ക് ഈ ബോധം തരുന്നത്. तो ये देखो एक बात समझना, ये वचन है जो हमें बोध, हमें होश देता, हमें समझ देता है। നമുക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാരെ പകയ്ക്കുവാൻ നമുക്ക് ഇടയാകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ആ വ്യക്തിയിൽ നിത്യജീവൻ വസിപ്പില്ല. तो अगर किसी भाई को बहन के ऊपर मुझे गुस्सा आ रहा है, ईर्ष्या आ रहा है, नफरत का भावना अगर है, तो वचन कहता है ऐसे लोगों के अंदर अनंत काल का जीवन है ही नहीं। അത് ഒന്നുകൂടെ വിശദമായിട്ട് യോഹന്നാൻ അതിന്റെ 4:20 പറയുന്നുണ്ട്. वही पहला यूहन्ना, अब उसको ही पहला यूहन्ना 4 का 20 में हम और स्पष्ट से हम देखते हैं, അവൻ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്നും ലഭിച്ചിരിക്കുന്നു. पढ़ेंगे നീണ്ട വാക്യമാണ്. हाँ, पहला यूहन्ना 4 का 20 और 21 पढ़ेंगे। അത് എത്തിച്ചുണ്ട്. हाँ, मैं परमेश्वर से प्रेम रखता हूँ और अपने भाई से बैर रखे तो वह झूठा है, क्योंकि जो अपने भाई से जिसे उसने देखा है प्रेम नहीं रखता तो वह परमेश्वर से भी उसने नहीं देखा, उसे प्रेम नहीं रख सकता। उसने हमें आज्ञा दी है कि जो कोई परमेश्वर से प्रेम रखता है वह अपने भाई से भी प्रेम रखे। आमेन। അപ്പോൾ ദൈവമക്കളുടെ തിരുവചനത്തിലൂടെയാണ് നമുക്ക് ഈ സത്യങ്ങളൊക്കെ വെളിപ്പെട്ടിട്ടുള്ളത്. इसलिए प्रभु वचन से है, हमें प्रभु का सत्य को प्रकट होकर मिलता है। നമ്മുടെ യഥാർത്ഥ രൂപം കാണിക്കുന്ന ദൈവത്തിന്റെ കണ്ണാടി, നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ രൂപം കാണാനുള്ള കണ്ണാടിയാണല്ലോ വചനം. हमारा सच्चा रूप को बताकर देने के लिए वचन का जो दर्पण है, जो आईना है, वो हमारा सच्चाई को दिखाता है ये वचन। നമുക്ക് കർത്താവിനോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ यदि हमें प्रभु के साथ संगति है तो നിശ്ചയമായും നമ്മളൊരു വിശുദ്ധ ജീവൻ നയിക്കുന്നവരായിരിക്കും. तो वास्तव में हम लोग पवित्र जीवन जीने वाले लोग हैं। നമുക്ക് ഒരിക്കലും ദൈവവചനത്തിന് വിരുദ്ധമായി മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു കോപമോ ക്രോധമോ ദൂഷ്യമോ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. हम लोग कभी भी दूसरे भाइयों के विषय में ईर्ष्या, गुस्सा, द्वेष, नफरत उसको बहुत देर तक पकड़ के रखने नहीं होएगा। ഒരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. एक और बात बताना चाहता हूँ, അതേ 1:6 7 വാക്യത്തിന്റെ ആദ്യ ഭാഗവും पहला यूहन्ना पहला अध्याय उसका 6 और 7 का शुरुआत का भाग, അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. पढ़ेंगे पहला यूहन्ना पहला अध्याय उसका 5 उसका 6 और 7 का शुरुआत। यदि हम कहें कि उसके साथ हमारी सहभागिता है और फिर अंधकार में चले तो हम झूठे हैं और सत्य पर नहीं चलते। यदि जैसा वह ज्योति में है वैसे हम भी ज्योति में चले तो एक दूसरे से सहभागिता रखते हैं। आमेन आमेन। അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ എഴുതിയിരിക്കുന്നു. ये सब हम लोग पढ़कर ही समझने वाला भाषा में लिखा हुआ है वो। പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം പാപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. इसके लिए हम लोग प्रभु का वचन के अनुसार अगर हम लोग चलेंगे, मानकर चलेंगे तो कभी भी पाप में बने रहने को नहीं हो पाएगा। കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയുള്ള ഒരു വ്യക്തിക്ക് जिसको प्रभु के साथ का संगति है, ഈ ലോകപ്രകാരമുള്ള ജീവൻ നയിക്കാൻ കഴിയും. वो संसार की रीति का चाल चलन में चलने नहीं होएगा। അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ പകയ്ക്കുവാനോ ദുഷിക്കുവാനോ നിന്ദിക്കുവാനോ ഒന്നും നമുക്ക് കഴിയില്ല. इसलिए हमें कभी भी अपना भाई से नफरत के रीति में, ईर्ष्या के रीति में, द्वेष और भेदभाव के मनोवस्था में ज्यादा देर रुकने नहीं होएगा। അപ്പോൾ വെളിച്ചത്തിൽ നടക്കുക. इसलिए ज्योति में चलो, നാം വെളിച്ചത്തിന്റെ മക്കളാണ്. क्योंकि हम ज्योति के बच्चे हैं। നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വെളിച്ചമായി ലോകത്തിൽ വന്നു. हम जानते हैं कि हमारा प्रभु ये ज्योति का सच्चा संसार में सच्चा ज्योति बनकर आया, അപ്പോൾ ഈ കർത്താവ് നമ്മളെയും ഈ ലോകത്തിന് വെളിച്ചമാക്കി മാറ്റി. और प्रभु ने हमें भी जगत का ज्योति बनाया, ഇന്ന് നാം വെളിച്ചത്തിൽ നടക്കേണ്ടവരാണ്. और इसीलिए हम ज्योति में चलने वाले लोग होने चाहिए। ഒരിക്കൽ നാം ഇരുളായിരുന്നു, एक समय में हम अंधकार थे, എന്നാൽ ഇന്ന് നമ്മളെ കർത്താവ് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. लेकिन आज हमें
में प्रभु ने हमें ज्योति बनाया है। എത്ര വലിയ ഉന്നത പദവിയാണ്. कितना ऊंचा पदवी दिया है प्रियो। നമുക്ക് തിരുവചനം പ്രമാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വെളിച്ചത്തെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കാൻ കഴിയൂ. इसलिए हम जब वचन को मानते समय में दूसरों को ये बात प्रकाश करके प्रकटीकरण के रूप में बता सकते हैं। അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ വചനത്തെക്കുറിച്ച് കൂടുതലായി പറയാൻ കാരണം. इसलिए वचन के आधार पर आपको ज्यादा प्रकाश मिले, प्रकटीकरण मिले, इसलिए वचन को मूल्य रखते हुए वचन का लाभ की बातें आपको बता रहा हूँ। നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്, കുടുംബ ജീവിതത്തിന്, സഭാ ജീവിതത്തിന് എല്ലാം നമുക്ക് കൂടുതലായി വചനത്തിന്റെ പ്രകാശനം ആവശ്യമാണ്. हमारे व्यक्तिगत जीवन में बढ़ने के लिए, पारिवारिक जीवन में बढ़ने के लिए, कलीसिया जीवन में बढ़ने के लिए, भाईचारा में अधिक बढ़ना है तो वचन का प्रकटीकरण या वचन का प्रकाश बढ़ते रहना जरूरी है। എവിടെയാണെങ്കിലും നമ്മൾ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരാണ്. किधर भी हम लोग रहो, मसीह को प्रतिबिंबित करने वाला एक दीपक होना चाहिए। നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കും. हमारा जीवन मसीह केंद्रित, मसीह आधारित होना चाहिए। നമ്മളുമായി കണ്ടുമുട്ടുന്നവർക്ക് കർത്താവിനെ ലഭിക്കാനിടയാണ്. हमें दूसरों को जब मिलते समय में मसीह हमारे द्वारा प्रकट होवे, इस रीति का चाल चलन चले। നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ അവർക്ക് കർത്താവിനെ ലഭിക്കണം. हमारा घर में अगर कोई आए तो उनको मसीह मिलना चाहिए। അത് വ്യക്തിപരമായിട്ടാണെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് കർത്താവിന് കൊടുക്കുന്നവരായിരിക്കണം. हम लोग व्यक्तिगत रूप से देखा जाए तो मसीह को बांटने वाले लोग होना चाहिए। കുടുംബത്തിൽ വരുമ്പോൾ കുടുംബത്തിൽ അവർക്ക് കർത്താവിനെ ലഭിക്കണം. पारिवारिक जीवन में जीते समय में हम परिवार में मसीह को बांटना चाहिए। സഭയിൽ വരുമ്പോൾ സഭയിൽ ക്രിസ്തുവിനെ ലഭിക്കണം. और कलीसिया में आते समय में कलीसिया में मसीह उपलब्ध होना चाहिए। എല്ലാ നിലയിലും നമ്മൾ കർത്താവിനെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം. सब जगहों पर, सब क्षेत्रों में, सब भागों में मसीह प्रतिबिंबित होकर दिखना चाहिए। വ്യക്തിപരമായും സംഘമായും നമ്മൾ കർത്താവിനെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം. व्यक्तिगत रीति में और समूह में इकट्ठा होते समय में भी मसीह को हमें प्रतिबिंबित करना है। ഇതെല്ലാം നമ്മളെ ഈ പരിജ്ഞാനത്തേക്ക് വളർത്തുവാൻ നമുക്ക് ഇടയാക്കുന്നത് ഈ തിരുവചനം. ये सबका ज्ञान में और बुद्धि समझ देने के लिए बढ़ोतरी देने वाला प्रभु का वचन है। ഒരു വാക്കോട് വായിച്ച് ഞാൻ നിർത്തിയേക്കാം. एक वाक्य और पढ़ना चाहता हूँ। 2 തിമോത്തി 3:14 दूसरा तिमोथी 3 का मलयालम में 14 है। ओके। പിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുന്ന वहां पर लिखा तो जो उदाहरण उसका 15 पढ़ेंगे। दूसरा तिमोथी 3 का 15 हिंदी में। हाँ, बातों पर जो सीखी है, विश्वास किया है, यह जानकर दृढ़ बना रहा कि जो तूने किन लोगों से सीखा है और बचपन से पवित्र शास्त्र तेरा डाला हुआ है। അപ്പൊ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. तो मैं जो बताना चाहता हूँ वो बात समझे। രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തിൽ നിങ്ങൾ നിലനിൽക്കുക. तेरे उद्धार को तुझे ज्ञानी बनाने वाला उस वचन पे तू बने रहे। Praise the Lord. ദൈവവചനത്തിൽ നിലനിൽക്കാറുണ്ട്. यानी कि प्रभु का वचन में बना, पवित्र शास्त्र में तू बना रहे। കർത്താവ് പഠിപ്പിച്ചപ്പോഴൊക്കെ യോഹന്നാൻ 8:31-32 നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ, അപ്പൊ വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. യോഹन्ना 8 का 31-32 पढ़ते समय में वहां पर प्रभु कहता है यदि तुम वचन में बने रहेंगे तो करके ऐसा प्रभु कहता है। इसलिए वचन में बना रहना बहुत जरूरी है। വചനം നമ്മൾ അറിയണം, इसलिए वचन को जानना जरूरी है, നമ്മൾ പ്രമാണിക്കണം, वो वचन को मानना जरूरी ആ है വചനത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കണം. और उस वचन में बना रहना जरूरी है। എത്ര നല്ല കാര്യമാണ്. कितना बड़ी भला की बात है ना। ഈ വചനം എത്ര ശ്രേഷ്ഠമാണ്. ये वचन कितना श्रेष्ठ है प्रियो। എനിക്ക് अनेक കാര്യങ്ങൾ ഇനിയും പറയണമെന്നുണ്ടെങ്കിലും बोलने के लिए तो बहुत कुछ है, സമയം അനുവദിക്കുന്നില്ല. लेकिन समय रोक रहा है मुझे। ഒരുപാട് സമയം മുന്നോട്ട് പോകുന്നു. समय थोड़ा आगे चला गया। എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. मेरे को बहुत बड़ा एक बोझ है। നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന സമയങ്ങളെല്ലാം കൂടുതലായി നിങ്ങൾ ദൈവവചനത്തെ നിങ്ങൾ ആത്മാവിൽ വായിക്കുക, ധ്യാനിക്കുക, ആ വചനത്തിൽ തന്നെ ഞാൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. आपको मिलने वाला समय, जो उपलब्ध मिलने वाला समय है, जितना भी हो सके वचन के लिए, पूर्तिकरण के लिए, वचन की इच्छा के अनुसार जीने के लिए, वचन में बढ़ने के लिए आप समय बिताएं, ये मेरा आग्रह है। ഒരു കാര്യം ഞാൻ പറയാം. एक बात मैं कहना चाहता हूँ, നിങ്ങൾ വചനത്തെ വിട്ടാൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. अगर आप वचन को छोड़ दिया तो प्रभु आपके अंदर कुछ भी नहीं कर सकता। Praise the Lord. Praise the Lord. കാരണം വചനത്തെ വിട്ടുകളയുന്നതിനാണ് ഉത്തരവാദിയാണ്. क्योंकि जो वचन को छोड़ता है वो खुद दोषी बनेगा। അതിനെക്കുറിച്ച് ഇനി കർത്താവ് സഹായിച്ച നാളെ പറയാം. उसके विषय में अगर प्रभु इच्छा रखा तो कल बताऊंगा। കാരണം വചനത്തെ മുറുകെ പിടിക്കാൻ പറ്റും. वचन को पकड़े रहना, थामे रहना। രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളിൽ തന്നെ നിൽക്കുക. उद्धार में ज्ञानवान बनाने वाला वचन को तू थामे रहे। കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. प्रभु सबको आशीष करे। ഈ വചനങ്ങൾ നിങ്ങളുടെ ഉന്നതിക്ക് കാരണമായി തീരട്ടെ. आप ये वचन आपका उन्नति का कारण बन जाए। നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്ത് എന്നോട് ചോദിക്കണം. നിങ്ങൾ മെസ്സേജ് ഒന്നും അയക്കരുത്, ഞാൻ മെസ്സേജ് നോക്കാറില്ല. നിങ്ങൾ फोन ചെയ്ത് എന്നോട് ചോദിക്കണം. इसके लिए अगर आपको कोई भी डाउट या कुछ भी शक या शंका का कोई भी बातें है, आप मुझे फोन करके बात करना। कृपया मैसेज नहीं देना, क्योंकि मैसेज देते समय मुझे पढ़ने खोलने आता नहीं है। फोन करेगा ज्यादा अच्छा रहेगा। നിങ്ങൾക്ക് എന്റെ നമ്പർ അറിയാലോ. आप लोगों को मेरा नंबर मालूम है ना? 9881616777. 9881616777। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आप सबको आशीष करे। കർത്താവിന്റെ കൃപ എല്ലാവരുടെ കൂടെ. प्रभु का अनुग्रह आप सब में बने रहे। ഇപ്പോൾ